നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെ നമുക്ക് ഈ സന്ധ്യയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസന്മാർ പലർ നമ്മുടെ നടുവിലുണ്ട്. ആരുടെയും പേര് പറയുന്നില്ല. സത്യത്തിൽ ഇന്ന് രാവിലെ നമ്മൾ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിച്ചത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട്, അതായത് പുതിയ നിയമസഭയിലെ ശിഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊണ്ടുവരണം. അപ്പോൾ അതിനൊരു തുടക്കമൊക്കെ വെക്കണം. അങ്ങനെ സമകാലീനമായ ആത്മീയ അന്തരീക്ഷം നമ്മുടെ ദേശത്ത്, പൊതുവിൽ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ എല്ലാം ഒന്ന് പറഞ്ഞു കൊണ്ടുവരേണ്ടതുണ്ട്. പഴയ അവസ്ഥയല്ല, അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ദേശത്തേക്കും അതിൻ്റെ കാറ്റും മണമൊക്കെ പതിയെ അടിച്ചു വരുന്നുണ്ട്. പഴയതുപോലെ ഈസി അല്ല എല്ലാ കാര്യങ്ങളും. ഇപ്പം എത്ര സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ കടന്നു വന്നു, നമ്മൾ കൈകളെ അടിച്ച് ആത്മാവിൽ ആരാധിക്കുന്നു. പെന്തക്കോസ്ത് സമൂഹം മലയാളക്കരയിൽ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച കാലം മുതൽ ആത്മാവിലുള്ള ആരാധനയും സുവിശേഷ ഘോഷണവും തെരുവിൽ യേശുക്രിസ്തുവിനെ സാക്ഷിക്ക് ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ചെയ്തിരുന്നു. എതിർപ്പുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെയ്തിരുന്നു. എന്നാൽ വരും കാലത്തിന് എങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ മറിയുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകാൻ താല്പര്യപ്പെട്ടത്. അതിലേക്ക് വരും നമ്മൾ, ആ വിഷയത്തിലേക്ക് നമ്മൾ വരും. നാളെയും നാളത്തെ കഴിഞ്ഞും നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ, അവിടെ നിന്ന് അനുവദിച്ചാൽ പതിയെ അതിലേക്കൊക്കെ വരും. അപ്പം രാവിലെ അപ്രതീക്ഷിതമായി നമ്മുടെ വാത്സല്യ ദൈവദാസൻ തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചപ്പോൾ, തീത്തോസിന്റെ ലേഖനത്തിൽ വിശേഷപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ എത്ര കനശാലിയായിരിക്കണം, ആ പുതിയ നിയമ ശുശ്രൂഷകന്റെ ശുശ്രൂഷ രീതികളും അതുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു. പൗലോസിനെയും തീത്തോസിനെയും തിമത്തിയോസിനെയും ഒക്കെ മുൻനിർത്തി പറഞ്ഞു. ആ കൂട്ടത്തിൽ പഴയ നിയമ വേദഭാഗങ്ങളും കൂടെ പുറത്തു കൊണ്ടുവന്ന് പഴയ നിയമവും പുതിയ നിയമം കൂടെയൊക്കെ ചേർത്ത് വെച്ച് പറഞ്ഞുപോയി. അപ്പോൾ ആ പഴയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്യം സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിന്റെ 89-ാം വാക്യം എന്ന് വെച്ചാൽ ആ 7-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം നമ്മൾ രാവിലെ വായിച്ചു. ആ വായിച്ച ഭാഗത്ത് എന്താ കണ്ടത്? മോശ ദൈവസന്നിധിയിൽ ദൈവത്തോട് സംസാരിക്കാൻ കടന്നു വന്നു. അവിടെ വെച്ച് മോശ ദൈവശബ്ദം കേട്ടു. മോശ ദൈവത്തോട് സംസാരിക്കാൻ വന്നു, ദൈവം മോശയോട് സംസാരിക്കുന്ന കാര്യമാണ് അവിടെ നമ്മൾ വായിച്ചത്. അതായത് 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് ദൈവശബ്ദം പുറപ്പെട്ടു. അങ്ങനെ മോശ അത് കേട്ടിട്ട് ജനത്തോട് പങ്കുവെച്ചു എന്ന് പറയുമ്പോൾ, ആ ഒരു വാക്യം വിശദീകരിക്കാൻ വേണ്ടി ഈ പഴയ നിയമ ഭാഗത്തേക്ക് പോകുമ്പോൾ അത് സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ആ വിഷയത്തിലൊക്കെ ഒത്തിരി വർത്തമാനം പറയുന്ന ആളാണെന്നുള്ളത് പലർക്കും അറിയാം. എന്നാൽ പുറത്തു പോകുമ്പോൾ അങ്ങനെ അധികം പറയാറില്ല. അത് ചാർട്ടൊക്കെ വേണം. ചാർട്ടൊക്കെ ഇട്ടിട്ട് ഈ കാര്യം പറയാനായിട്ട് എളുപ്പം. അല്ലാതെ ഈ കാലഘട്ടത്തിൽ ദൈവമക്കളോട് പറഞ്ഞാൽ അവർക്ക് അത്ര ക്ലിക്കാകില്ല. ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് സമാഗമന കൂടാരത്തിന് മുകളിലുള്ള 4 മൂടുശീലകൾ എന്ന് പറയും, 4 മൂടുശീലകളെ കുറിച്ച് പ്രസംഗിച്ചു. അത് കുറേ ദിവസം പ്രസംഗിച്ചു. 4 മൂടുശീല. അപ്പോൾ 4 മൂടുശീല എന്നുള്ളത് ഒരു ഗൗരവമായ വിഷയമാണ്. അതെങ്ങനെ പ്രസംഗിച്ച് ഈ വാട്സപ്പിലൂടെയൊക്കെ കുറേ വർഷം പുറയില്ല, ഏതാണ്ട് ഒരു 10-15 വർഷം പുറയിൽ ഉള്ള കാര്യമാണ്. ഈ വാട്സപ്പിലൂടെയൊക്കെ അതിങ്ങനെ പോയി ഒരു ദൈവദാസന്റെ കയ്യിൽ കിട്ടി. ഈ ശബ്ദത്തിന് ഉടമസ്ഥൻ ആരാണെന്ന് പുള്ളി അന്വേഷിച്ച് അവസാനം എൻ്റെ പേര് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ച്, അങ്ങനെ 4 ആൾ അറിയുന്നയാളൊന്നും അല്ലാത്തതുകൊണ്ട് ഫോൺ നമ്പറൊക്കെ കിട്ടാൻ പാടാ. എങ്ങനെയോ അദ്ദേഹത്തിന് ഫോൺ നമ്പർ കിട്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററുടെ ഒരു മെസ്സേജ് ഞാൻ കേട്ടു, അതിനകത്ത് ഈ ടാബർനാക്കലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു വിഷയമാണത്. അദ്ദേഹം ചർച്ചക്കൂടിലെ ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു 10 വയസ്സിൽ താഴെയുള്ള സമയത്ത് അവരുടെ ആ ചർച്ചിൽ, കുമ്പനാട് ചർച്ച കൂടെന്ന് പറയുന്നത് പഴയ കാലത്തെ ചർച്ച, അവിടെയും അത്യാവശ്യം ആളുകളൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു പ്രായമുള്ള അപ്പച്ചൻ അവരുടെ കൂട്ടായ്മയിൽ കടന്നു വന്ന് ഈ ടാബർനാക്കലിൻ്റെ മാത്രമല്ല ഒത്തിരി കാര്യങ്ങളുടെ ചാർട്ടുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ചാർട്ടൊക്കെ ഇട്ട് പഠിപ്പിക്കുമായിരുന്നു. 8-10 വയസ്സുള്ള അവർക്കൊന്നും മനസ്സിലാവില്ലെങ്കിൽ പോലും 8-10 വയസ്സേ അവർക്കുള്ളൂ. ഇവർക്ക് അങ്ങനെ കാര്യമായി മനസ്സിലായില്ലെങ്കിലും ഇവരുടെ ഓർമ്മയിൽ നല്ല പച്ചപിടിച്ച് നിൽപ്പുണ്ട്. അന്നത്തെ കാലത്ത് ഈ അപ്പച്ചൻ വന്ന് ഇതൊക്കെ ഇട്ട് ഇതങ്ങനെയാണ് അതിങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഓർമ്മയിലുണ്ട്. അത് ഓർമ്മയിലുണ്ട്. അപ്പോൾ തന്നെ ഈ അപ്പച്ചൻ മരിച്ചതിന് ശേഷം ചാർട്ടെല്ലാം ചുരുട്ടി വെച്ചു, തട്ടപ്പുറത്തെ കാട്ടിട്ടു. പിന്നെ ഇന്ന് വരെ ആരും അത് പുറത്തെടുത്തിട്ടില്ല. വളരെ വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന് 10-40 വയസ്സുണ്ട് ഇപ്പോൾ. അദ്ദേഹം പറയാം, ദീർഘ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ഒരു പെന്തക്കോസ്ത് വേദിയിൽ ഒരാളത് പറയുന്നത് കേട്ടപ്പോൾ ഒരു ഉള്ളിലൊരു സന്തോഷം.
അപ്പോൾ ഒന്ന് പരിചയപ്പെടാനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം, ഞാൻ കൊല്ലത്തിരിക്കുമ്പോൾ അദ്ദേഹം കൊല്ലത്ത് വന്ന് എന്നെ കണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടു, സംസാരിച്ചു. ഇന്നും ആ സ്നേഹബന്ധം തുടരുന്നു. പറഞ്ഞു വന്നതിൻ്റെ സാരം, ഒരു കാലത്ത് മലയാളക്കരയിൽ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ നടുവിൽ ദൈവവചന പഠനം കൃത്യമായിട്ടുണ്ടായിരുന്നു. സിസ്റ്റമാറ്റിക്കായിട്ട് ദൈവവചനം പഠിപ്പിക്കുമായിരുന്നു. ഈ പഠിപ്പിക്കുന്ന ആളുകളൊന്നും നമ്മൾ പറയുന്ന ഡോക്ടറേറ്റും MTH ഒന്നും ഉള്ള ആൾക്കാരൊന്നുമല്ല. അവർ കൃപ പ്രാപിച്ചവരും വെളിപ്പാടുള്ളവരുമായിരുന്നു. അങ്ങനെ ദൈവവചനം പഠിപ്പിക്കും. കാത്തിരിപ്പ് യോഗങ്ങളുണ്ടായിരുന്നു. കാത്തിരിപ്പ് യോഗങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു നിലയിലേക്ക് വന്നു. ഇന്ന് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ ഉണ്ടായ ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ ഒത്തിരി പുതിയ ശുശ്രൂഷകർ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ആത്മാവിലുള്ള ആരാധനയും അന്യഭാഷയിലുള്ള ആരാധനയും ഒക്കെ നേരിട്ട് വിലക്കുകയല്ലെങ്കിലും അതിനോടൊക്കെ വിമുഖത കാണിക്കുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയൊക്കെ ചെറുതാക്കി കാണിക്കുകയും, നിങ്ങൾക്ക് അങ്ങനെ ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ, അന്യഭാഷയിൽ ആരാധിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് ആരാധിക്കുക, ദൈവസന്നിധി കടന്നു വരുന്നത് ദൈവവചനം കേൾക്കാനാണ്, ദൈവവചനം പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ബ്രദറുകാർ ഭയങ്കര വചന പഠനക്കാരാണ്. അത് നമുക്കറിയാം. അവർ വചന പഠനത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കും. നമ്മൾ അതിലും വലിയ പ്രാധാന്യക്കാരാണേ. നമ്മൾ ദൈവവചനത്താൽ ജനിച്ചവരല്ലേ. ദൈവവചനത്താൽ ജനിച്ചവരാണ്, വചനത്തിൽ നിലനിൽക്കുന്നവരാണ്, വചനത്താൽ മുന്നോട്ട് പോകുന്നവരാണ്. നമ്മൾ വചനത്തെ തള്ളിക്കളയുന്നവരല്ല. അതൊക്കെ ആളുകളുടെ ഒരു തോന്നലാണ്. പെന്തിക്കോസ്തുകാർ വചനത്തിന് ഗൗരവം കൊടുക്കുന്നില്ല, മറ്റവർ കൊടുക്കുന്നുണ്ട്, ഇവർ ചുമ്മാ തുള്ളിച്ചാട്ടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ. അതാര് പറഞ്ഞു? പെന്തിക്കോസ്തുകാർ എങ്ങാനും ഒരു കാല് എങ്ങാനും ഒന്ന് തുള്ളിച്ചാടി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ സന്തോഷം കൊണ്ടൊന്ന് ചാടിയതായിരിക്കും. അത്രയും കൂട്ടിയാൽ മതി. ഇവിടെ ദൈവവചനത്തിന് പ്രാധാന്യമുണ്ട്. നമ്മൾ വചനം എത്ര മണിക്കൂർ, നമ്മൾ വളരെ സമയമെടുത്തുനിന്ന് വചനം ധ്യാനിച്ചവരല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നത്, ആ ദൈവദാസൻ എന്നോട് അദ്ദേഹത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു. വളരെ പഴയ കാലത്ത് അദ്ദേഹം ഈ കാര്യങ്ങളെ കേട്ടു, വീണ്ടും കേൾക്കാൻ അവകാശം കിട്ടിയില്ല, ഇപ്പോൾ കേട്ടു എന്നുള്ള സന്തോഷം പങ്കുവെച്ചത് ഞാൻ നിങ്ങളോട് പറയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചു പോയപ്പോൾ ഈ സംഖ്യാപുസ്തകത്തിലെ വാക്യമൊക്കെ മുന്നിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ശരിക്കും ഇത് സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്, പഴയ നിയമ കാര്യമാണ്, ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെടുന്ന വിഷയമാണ് അവിടെ. അത് പുതിയ നിയമവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിച്ചു. അന്ന് സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്നാണ് ദൈവശബ്ദം പുറപ്പെട്ടതെങ്കിൽ, അതായത് പെട്ടകത്തിന് മുകളിൽ കൃപാസനത്തിൻ്റെ നടുവിൽ 2 കെരൂബുകളുടെ നടുവിൽ നിന്നാണ് ദൈവശബ്ദം പുറപ്പെട്ടത്. കെരൂബുകൾ ദൈവത്തിൻ്റെ സിംഹാസനമാണ്, കെരൂബുകൾ ദൈവത്തിൻ്റെ വാഹനമാണ്, കെരൂബുകൾ ദൈവമഹത്വത്തിൻ്റെ കാവൽക്കാരാണ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഇതെല്ലാം ഓടിച്ച് നമ്മൾ പറഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ പിന്നെയും ഈ ചാബർനാക്കളുമായി ബന്ധപ്പെട്ട ചില വാക്കുകളും പരാമർശങ്ങളും ഒക്കെ കടന്നു വന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട രാമേന്ദ്ര സഹോദരൻ ഇപ്പോൾ ആ ഒരു ചോദ്യം ചോദിച്ചത്, അതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യം പറയാവൂ എന്ന് ചോദിച്ചത്. അതായത് പുറപ്പാട് ദിവസം 25-ാം അധ്യായം, 35 അല്ല കേട്ടോ, പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലാണ് സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത്, വലിയവനായ ദൈവം മോശയോട് പറയുകയാണ്, ജനത്തോട് പറയുക, അവർക്ക് വലിയവനായ ദൈവം മോശയോട് പറയുകയാണ്, ജനത്തോട് വഴിപാട് കൊണ്ടുവരുവാൻ. അവരിൽ നല്ല മനസ്സുള്ളവർക്ക്, ആഗ്രഹമുള്ളവർക്ക് ദൈവസന്നിധിയിൽ വഴിപാടുമായി കടന്നു വരാം. എന്താ വഴിപാട്? സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടുന്ന ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 8-9 വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. അതിൻ്റെ 8-9 വാക്യം എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, അതിൻ്റെ 8-9 വാക്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? സാധ്യത കുറവായിരിക്കും. പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം നമ്മുടെ സഹോദരി വായിക്കും. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയുക, ഒരു പുതിയ നിയമ വിശ്വാസി ഏത് പാതിരാത്രിക്കും ഓർത്തിരിക്കേണ്ട വാക്യമാണിത്. നമ്മളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വാക്യമാണത്. എങ്ങനെയാ അവിടെ വായിക്കുന്നത്? വായിച്ചേ. സഹോദരങ്ങളെ, സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു. ചോദ്യം വന്നതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പതിയെ ഒന്ന് കടക്കുകയാണ്. മറ്റു ചില കാര്യങ്ങളൊക്കെ പറയാനുള്ളത് നമുക്ക് കർത്താവ് വരാൻ താമസിച്ച നാളെ പറയാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ 8-9 വാക്യത്തിൽ കാണുന്നത്? വലിയവനായ ദൈവം മോശയോട് പറയാണ്, ജനത്തോട് പറയണം, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുവാൻ ഒരു വിശുദ്ധ മന്ദിരം, വെറും മന്ദിരമല്ല, വിശുദ്ധ മന്ദിരം. മന്ദിരം എങ്ങനെയായിരിക്കണം? വിശുദ്ധ മന്ദിരം. എന്നിട്ട് അതായത് ഈ കൂടാരവും അതിലെ ഉപകരണങ്ങളും അതിലെ കാര്യപരിപാടികളെല്ലാം ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം എന്ന് പറഞ്ഞാൽ പർവ്വതത്തിലെ മാതൃക പ്രകാരം അവയൊക്കെയും ഉണ്ടാക്കണം എന്നുള്ളത്
നിഷ്കർഷിക്കുകയാണ്. ഏതാണ്ട് 17 പ്രാവശ്യമാണ് ആ വാക്കുകൾ വരുന്നത്. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ പണിതു എന്നുള്ള കാര്യം യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ പണിതു എന്നുള്ള കാര്യം ഏതാണ്ട് ഒരു 17 പ്രാവശ്യം കാണുന്നുണ്ട്. പുറപ്പാട് ദിവസം 40-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ മാത്രം 7 പ്രാവശ്യം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്താ വായിച്ചത്? ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ചരിത്ര സംഭവമാണ്. ഇത് ഒരു ചരിത്ര സംഭവമാണ്. നമ്മൾ പുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച മനുഷ്യനായ ആദമും ഹവ്വയും, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനായ ആദം, അവൻ ലംഘനത്തിലകപ്പെട്ടു. തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. പുറത്തുപോയ ആദാമ്യ വർഗം പിന്നത്തേതിൽ അകന്നകന്ന് പോയിന്ന് രാവിലെ നമ്മൾ പറഞ്ഞല്ലോ. കിഴക്കോട്ട് പോയി. അങ്ങനെ കിഴക്കോട്ട് പോയി അവരങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നത്തേതിൽ നമ്മൾ കാണുന്നത് ഒരു സൈഡിൽ, അതായത് ആദമിന്റെ 2 മക്കളിൽ ഒരുവനായ കയീനും ഹാബേലും 2 പേരും ദൈവസന്നിധിയിൽ കടന്നു വന്നു യാഗം അർപ്പിക്കാൻ. ഒരാളുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, മറ്റേയാളുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. കയീൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊന്നു. അതൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ആദമിനൊരു മകൻ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ആദമിനൊരു മകൻ ജനിച്ചു. അവന്റെ പേര് ഷേത്ത് എന്നാണ്. അപ്പൊ കയീന്റെ വംശം ഒരു സൈഡിലും ഷേത്തിന്റെ വംശം ഒരു സൈഡിലും. അങ്ങനെയാണ് നമ്മൾ പുസ്തകം പഠിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അവിടെ കയീന്റെ വംശത്തെ കാണുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഷേത്തിന്റെ വംശത്തെ കാണുന്നു. ഇങ്ങനെ ഈ 2 വംശങ്ങളും കൂടെ മുൻപോട്ട് ഒഴുകി വന്നിട്ട് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോഹയെ നമ്മൾ കാണുകയാണ്. കൃപ ലഭിച്ച നോഹയുടെ കാലത്ത് നോഹ പെട്ടകം ഉണ്ടാക്കി. ഇതൊക്കെ അറിയാവുന്നവരവിടെ ഇരിക്കുന്നത്, ഓടിച്ചു പറയുക. അപ്പൊ നോഹയുടെ കാലത്ത് പെട്ടകം ഉണ്ടാക്കി, ന്യായവിധി സംഭവിച്ചു, അതെല്ലാം കഴിഞ്ഞു. പിന്നീട് നോഹയുടെ മക്കളിലൂടെ ഈ ഭൂമിയിൽ മനുഷ്യര് പെരുകി. അങ്ങനെ പെരുകി വന്നതിൽ ഊർ ദേശത്തൊരു മനുഷ്യനായിരുന്നു അബ്രാം. അങ്ങനെ അബ്രാമിനെ ദൈവം പേർ ചൊല്ലി വിളിക്കുകയാണ്. വിളിച്ച് പുറത്തിറക്കി കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അബ്രഹാം കനാനിലേക്ക് യാത്രയാകുന്നു. ഇതൊക്കെയാണ് ആ പശ്ചാത്തലം. അങ്ങനെ അബ്രഹാമുമായിട്ട് ദൈവം സംസാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ ദീർഘമായി ദൈവത്തിന്റെ ഇടപെടലുകളും ദൈവപ്രത്യക്ഷതയും വാക്തത്വങ്ങളും അങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. അങ്ങനെ അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്റെ സന്തതിക്ക് ദേശം ശാശ്വത അവകാശമായി കൊടുക്കും. പിന്നീട് ഇസഹാക്കിനോട് പറയുകയാണ്, നിന്റെ സന്തതിക്ക് ദേശം കൊടുക്കും. പിന്നീട് യാക്കോബിനോട് പറയുകയാണ്, നിന്റെ സന്തതിക്ക് ദേശം കൊടുക്കും. മറ്റൊരു ഭാഗത്ത് വായിക്കുന്നത്, നീ എഴുന്നേറ്റ് തലപൊക്കി നോക്കുമ്പോൾ കാണുന്ന ആ സ്ഥലം മുഴുവനും നിന്റെ സന്തതിക്കുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറയുകയാണ്. അതിനിടയിൽ ഒരു വിശേഷപ്പെട്ട അധ്യായമാണ് ഉൽപ്പത്തി 15-ാം അധ്യായം. അവിടെയാണ് ഒരുവനായ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നിന്റെ സന്തതി ഒരു സമയം കഴിയുമ്പോൾ പരദേശ പ്രയാണത്തിന് പോകേണ്ടി വരും. അവർ മിസ്രൈമിൽ പ്രവാസത്തിൽ കിടക്കും. പിന്നത്തേതിൽ ഞാൻ അവരെ മടക്കി കൊണ്ടുവരും. നിന്റെ സന്തതിക്ക് ഈ ദേശം ഞാൻ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അബ്രഹാമിന്റെ കൊച്ചുമക്കൾ, സന്തതി പരമ്പര, പിന്നത്തേതിൽ അതായത് യാക്കോബിന്റെ മക്കൾ മിസ്രൈമിൽ അടിമത്തത്തിൽ കിടന്നു. അങ്ങനെ മിസ്രൈമിൽ അടിമത്തത്തിൽ കിടന്ന് അവരെ പെസഹായും ചോരത്തലി ആചരിച്ച് അവിടെ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമി വഴിയായി മുൻപോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഹോരേബ്. അതിനു മുമ്പ് ഒരു ജംഗ്ഷന്റെ കാര്യം പറയും. ആ ജംഗ്ഷന്റെ പേരാണ് ഊര്. നമ്മൾ ഏതൻ തോട്ടം ഒരു സൈഡിൽ വെക്കും. ഒരു പടം ഉപ്പ് വരയ്ക്കാന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു ക്യാൻവാസ് ഉണ്ടെങ്കിൽ ഒരു പടം വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഏതൻ തോട്ടം വരയ്ക്കും. അവിടെ നിന്ന് നമ്ര ശിരസ്കനായി തലകുനിച്ച് പുറത്തേക്ക് വരുന്ന ആദമിനെയും ഭാര്യയും കാണിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നതാണ് ഊര്. ഊരെന്ന് പറയുന്നത് വളരെ മർമ്മപ്രധാനമായ പോയിന്റാണ്. ഊരിൽ നിന്ന് അബ്രഹാമിനെ പേർ ചൊല്ലി വിളിക്കുന്നു. ആ വിളി എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് ആശ്വാസകരമായൊരു വിളിയാ. വിജാതീയരായിരുന്ന നമുക്ക് ഈ മഹത്വത്തിലേക്ക്, ഈ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, കാര്യപരിപാടിയിലേക്ക്, ഈ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ കാരണമായത് അബ്രഹാമിന്റെ അനുസരണമാണ്. നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ നമ്മൾ പെന്തക്കോസ്തുകാർ അതൊക്കെ ഇച്ചിരി തലതിരിച്ചൊക്കെ പറഞ്ഞു കളയും. നമ്മളെങ്ങനെ പറയും അത്? അബ്രഹാമിന്റെ തൊഴുത്തിൽ ധാരാളം ആടുമാടുകൾ, നാൽക്കാലികൾ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ തൊഴുത്തിലേക്ക് വരുമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ പെന്തക്കോസ്തിന്റെ പഠിപ്പീര്. അതൊന്നും വേദപുസ്തകം പഠിക്കുന്ന സുബോധമുള്ള ഒരാൾക്ക് അംഗീകരിച്ചു തരാൻ കഴിയില്ല. അബ്രഹാമിനോട് പറഞ്ഞത്, നിന്റെ സന്തതി എന്ന ഏകൻ നിമിത്തം ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. നിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ ആരാ? യേശുക്രിസ്തു എന്ന സന്തതി വഴി നാം എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? വിജാതീയരായിരുന്ന നാം യേശുക്രിസ്തുവിന്റെ ബലിമരണം നിമിത്തം നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. പുത്രൻ നമുക്ക് ആത്മാവിനെ അളവ് കൂടാതെ നൽകുന്നു. ഗലാത്യ ലേഖനത്തിൽ അതൊക്കെയുണ്ട്. അവൻ ആത്മാവിനെ അളവ് കൂടാതെ നൽകുന്നു. അപ്പോൾ യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. വീണ്ടെടുക്കപ്പെട്ടവരുടെ മേൽ ആത്മാവിനെ അളവ് കൂടാതെ പകരുന്നു.
പിന്നെ അതിൻ്റെ കൂടെ കോഴി വേണോ? ആട്, കോഴി, താറാവ്, പൂച്ച, അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? എന്ത് ധൈര്യത്തിലാണ് ദൈവസന്നിധിയിൽ നിന്ന് അതൊക്കെ പറയുന്നത്? അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന മനസാക്ഷി യുഗത്തിലാണ്, മറക്കരുത്. ന്യായപ്രമാണ യുഗത്തിലല്ല, അദ്ദേഹം മനസാക്ഷി യുഗത്തിലാണ്. അത് കഴിഞ്ഞിപ്പോൾ കൃപായുഗത്തിൽ അഥവാ സഭായുഗത്തിൽ നാം ജീവിക്കുന്നു. ഇത് വെളിപ്പാടുകളുടെ വ്യത്യസ്തതകളുണ്ട് ആ കാലങ്ങളിൽ, അല്ലേ? വെളിപ്പാടുകൾക്ക് വ്യത്യസ്തതകളില്ലേ? അന്ന് നേരിയ വെളിപ്പാടേ ഉള്ളൂ. നേരിയ വെളിപ്പാടിൽ അവർ കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ അബ്രഹാമിന് ഈ നാൽക്കാലി മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ കൊടുത്ത് അതിനെ അനുഗ്രഹം എന്ന് വിളിക്കാം പഴയ നിയമ ഭാഷയിൽ. പുതിയ നിയമത്തിൽ അങ്ങനെ വിളിക്കുന്നത് മര്യാദയല്ല. വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് യോഗ്യമായൊരു വിളിയല്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം പറഞ്ഞു വന്നാൽ, അന്നത്തെ കാലത്ത് അബ്രഹാമിന് ലഭിച്ചതിനെയൊക്കെ നമ്മൾ അനുഗ്രഹം എന്ന് വേണേൽ പരിഗണിക്കാം. അത് അബ്രഹാമിന്. അതേസമയം അബ്രഹാമിൻ്റെ കൊച്ചുമകൻ്റെ പേരാണ് പൗലോസ് എന്ന്. അബ്രഹാമിൻ്റെ കൊച്ചുമകൻ്റെ പേരാണ് പൗലോസ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? പൗലോസ് ബെന്യാമിൻ ഗോത്രക്കാരനാണ്. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മകനായ ബെന്യാമിൻ്റെ മക്കൾ പരമ്പരയിൽ വരുന്ന ഒരുവനാണ് ആര്? പൗലോസ്. അബ്രഹാമിൻ്റെ തൊഴുത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമ്മൾ ഇന്നത്തെ പെന്തിക്കോസുകാർ പറയുമ്പോൾ പൗലോസ് ഒട്ടും വിട്ടുതരില്ല. പൗലോസ് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചവറാന്നാണ് പറയുന്നത്. അബ്രഹാമിന് അനുഗ്രഹം എന്നുള്ള നിലയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെയൊക്കെ അദ്ദേഹത്തിന്റെ കൊച്ചുമകനായ പൗലോസ് എന്തെന്നാ പറയുന്നത്? ചവറെന്നാ പറയുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലയോ? ഈ വലിയ വല്യപ്പനെ സംബന്ധിച്ച് അതെല്ലാം അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ കൊച്ചുമകൻ എന്താ പറയുന്നത്? വലിയ വല്യപ്പന് അത്രയും വെളിപ്പാട് കിട്ടിയില്ല. വലിയ വല്യപ്പന് നേരിയ വെളിപ്പാടേ കിട്ടിയുള്ളൂ. പക്ഷെ ഈ കൊച്ചുമകൻ വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ നിൽക്കുക. വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ നിൽക്കുന്ന അദ്ദേഹം പറയാണ് എല്ലാം ചവറാന്ന്. ചവറെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ചവറാന്നാണോ? വേസ്റ്റാന്നാണോ? അതങ്ങനെയാ ചവറ്, വേസ്റ്റ്. ചവറിന്റെ ഇംഗ്ലീഷ് പറഞ്ഞു. ചവറെന്ന് പറഞ്ഞാൽ വേസ്റ്റാന്ന് ഞങ്ങൾക്ക് പറയാം. പൗലോസ് അവിടെ ചവറെന്ന് പറയുന്നത് ചവറെന്നുള്ള അർത്ഥത്തിലല്ല. ഈ സാധനങ്ങളൊക്കെ യൂസ് ആൻഡ് ത്രോയാണ്. ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളും യൂസ് ആൻഡ് ത്രോയാണ്. മറ്റൊരു കൊച്ചുമോന പത്രോസും, അല്ലേ? ഇസ്രായേലിൽ ഏതോ കുലക്കാരനാണ്. പുള്ളിയുടെ കുലം പിടിയില്ല എനിക്ക്. പത്രോസ് ഏതോ കുലക്കാരനാണ്. 12 ഗോത്രത്തിൽ ഒരുവനാ പത്രോസ്. പത്രോസ് എന്താ പറയുന്നത്? പൗലോസ് പറഞ്ഞ് ഈ ചവറൊക്കെ പിന്നത്തേത് നമുക്ക് തീ കൊണ്ട് കത്തിച്ചേക്കാന്നാ പറഞ്ഞത്. അങ്ങനെയല്ലേ പുള്ളി ലേഖനം എഴുതി അവസാനിപ്പിക്കുന്നത്? എല്ലാം തീ കൊണ്ട് കത്തിച്ചേക്കാന്ന്. പക്ഷെ നമ്മൾ പെന്തിക്കോസുകാരെന്താ പറയുന്നത്? തീ കൊണ്ട് കത്തിക്കുന്നതാണെങ്കിൽ പോലും അതെല്ലാം അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. അതാണ് വെളിപ്പാടുകളുടെ വ്യത്യാസം. അബ്രഹാമിന്റെ വെളിപ്പാട് പോലും പെന്തിക്കോസുകാർക്കില്ല. ഉണ്ടെങ്കിൽ അവരെന്താ പറയേണ്ടത്? അബ്രഹാമിന്റെ ആടും മാടും ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമോ? നമ്മൾ ആരാ? നമ്മുടെ പദവി, നമ്മുടെ അതൊക്കെയല്ലേ രാവിലെ നമ്മൾ കണ്ടത്? തലയെടുപ്പ്. നമ്മൾ ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നതാണോ? ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ? ഈ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് മുൻപോട്ട് വന്നപ്പോൾ ഹോരേബ് പ്രധാന ജംഗ്ഷനാന്ന് ഞാൻ പറഞ്ഞു. അവിടെ ശരിക്കും മോശയ്ക്ക് ലഭിക്കപ്പെട്ട അളവുകളും കാര്യങ്ങളും വെളിപ്പാടുകളും ഒക്കെ കാലങ്ങൾക്ക് ശേഷം കർത്താവിൻ്റെ സഭ മാളികമുറിയിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായ ഒത്തിരി കാര്യങ്ങളാണ് മോശ വഴി പുറത്തേക്ക് വന്നത്. അത് മോശയ്ക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. മോശ കേട്ടിട്ട് പോലുമില്ല സഭയെന്നുള്ളൊരു കാര്യം. സഭയെന്നുള്ള വാക്ക് അതിൻ്റെ ഗൗരവത്തിൽ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിലാണ്. സഭയെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറയാം. പഴയ നിയമ ഇസ്രായേലിനെയും ആ നിലയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിലിപ്പിന്റെ കൈസരിയിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞാണ് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ആ സഭയുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളാണ് ഈ ഹോരേബ് വഴി പുറത്തേക്ക് വരുന്നത്. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതിന് വചനമുണ്ടോ, ഇതിന് വചനമുണ്ടോ, പഴയ നിയമത്തിലുണ്ടോ, പുതിയ നിയമത്തിലുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇതിനൊക്കെയുള്ള മറുപടി കൊടുക്കുന്നത് വെളിപ്പാടിലാണ് കാര്യങ്ങളെ പറയുന്നത്. അപ്പോൾ മോശയോട് പറയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം അഥവാ തിരുനിവാസം, അതാണ് സമാഗമന കൂടാരം അഥവാ ടാബർനാക്കൾ, അത് പണിയണമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ പറയുന്നത് 25-ാം അധ്യായത്തിലാണ്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അല്പം പുറകിലേക്ക് കൊണ്ടുപോവുകയാണ് 19-ാം അധ്യായത്തിലേക്ക്. 19-ാം അധ്യായം ഒന്ന് തുറക്കട്ടെ, എന്നെ കേട്ടാൽ മതി, നമ്മളെ കാര്യത്തിലേക്ക് വരാം. അതുവരെ നിങ്ങൾ കേട്ടിരിക്കുക. ഈ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൽ തേജോമേനായ ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, മോശ വഴി പറയുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ചരിത്രം എന്താ? ഇതുവരെ വലിയവനായ ദൈവം അങ്ങനെ ഭൂമിയിൽ ഈ ജനത്തിന് നടുവിൽ വസിച്ചിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ നോക്കുമ്പോൾ ഹാനോക്കിന്റെ കൂടെ നടന്നിട്ടുണ്ട്, നോഹയുടെ കൂടെ നടന്നിട്ടുണ്ടാവും, അബ്രഹാമിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ പറയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ സ്ഥിരമായി വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്.
അത് ഈ പുറപ്പാട് 25-ാം അധ്യായത്തിൽ പറയുമ്പോൾ അതിനു മുൻപ് ഒരു സാമ്പിള് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് 19-ാം അധ്യായം. ഈ 25-ാം അധ്യായത്തിൽ അങ്ങനെ പറയുമ്പോൾ അതിന് പുറകിൽ ഒരു 19-ാം അധ്യായമുണ്ട്. ആ 19-ാം അധ്യായത്തിൽ തേജോമയനായ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ സീനായി പർവ്വതത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. സീനായി പർവ്വതത്തിന് എന്തെല്ലാം സംഭവിച്ചു? ഭയങ്കര സംഭവങ്ങളാണ് അവിടെ നടന്നത്. ഇസ്രായേൽ നടുങ്ങിപ്പോയി കിടുങ്ങിപ്പോയി. അവരവസാനം മോശയോട് എന്നാ പറഞ്ഞത്? മതി, ഇനി ഈ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണ്ട. അയ്യോ, ദൈവത്തോട് ഇഷ്ടമില്ലാന്ന് കേട്ടല്ല, താങ്ങാൻ കഴിയില്ല. അത്ര ഭയാനകരമായ കാഴ്ചയായിരുന്നു അത്. കാഹളനാദത്തിനൊത്ത ശബ്ദം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രത്യക്ഷതയായിരുന്നു അത്. അത് മുഴുവൻ ഇസ്രായേലും കണ്ടു. കണ്ടോ ഇല്ലയോ? മുഴുവൻ ഇസ്രായേലും കണ്ടു. ആ കാഴ്ചയെല്ലാം കാണിച്ചിട്ട് പറയാ, കണ്ടല്ലോ, ഞാൻ ഇതാ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കാഴ്ച അവർ കണ്ടില്ലായിരുന്നെങ്കിൽ അവരുടെ മനോഭാവം എന്തായിരിക്കും? അതിനെന്നാ വന്നോ വസിച്ചോ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയായിരിക്കും. അവരത്ര വലിയ കാഴ്ച കണ്ടിട്ടില്ലല്ലോ. ചെങ്കടൽ പിളരുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതൊരു അത്ഭുതമാണ്. ചെങ്കടൽ പിളരുന്നത് എന്താ? ഒരു അത്ഭുതമാണ്, ഒരു ദൈവപ്രവൃത്തിയാണ്. മിസ്രൈമിൽ ബാധകളൊക്കെ വന്നു എന്ന് പറയുന്നത് ഒരു ദൈവപ്രവൃത്തിയാണ്. പക്ഷെ ഈ കണ്ട കാഴ്ച എന്താ? ദൈവ മഹത്വമാണ് വെളിപ്പെടുന്നത്, വലിയ ദൈവ സാന്നിധ്യമാണ് വെളിപ്പെടുന്നത്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞിട്ടാണ് അവരോട് പറയുന്നത്, ഈ സാക്ഷാൽ ഞാനാകുന്നു എന്ന് പറയുന്നവൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കാരണത്താൽ നിങ്ങളുടെ പാളയം ശുദ്ധമുള്ളതായിരിക്കണം. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പാളയം എങ്ങനെയുള്ളതായിരിക്കണം? അത് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പാളയം ശുദ്ധമായിരിക്കണം. കൂടാരം ശുദ്ധമായിരിക്കണം എന്നല്ല പറഞ്ഞത്, മൊത്തം പാളയം എന്ത് ചെയ്യണം? ശുദ്ധമായിരിക്കണമെന്ന്. അപ്പോൾ പാളയം ശുദ്ധമായിരിക്കേണ്ട കാരണം എന്താ? പരമപരിശുദ്ധനായ ദൈവം അവരുടെ നടുവിൽ വസിക്കുകയാണ്. അത്ര ജാഗ്രതയോടെ അവർ മുൻപോട്ട് പോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ 25-ാം അധ്യായത്തിൽ ഈ കാഴ്ച കാണുകയാണ്. 25-ാം അധ്യായം, 26-ാം അധ്യായം, 27-ാം അധ്യായം, ഈ അധ്യായങ്ങളിൽ മോശ വഴി പറയുകയാണ്, ഈ പറയപ്പെട്ട അതിലെ ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കണം. അവിടെ എല്ലാം എന്താ കാണുന്നത്? ഉണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 35-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നത് മോശ പർവ്വതത്തിലെ മാതൃക പ്രകാരം അവയൊക്കെ ഉണ്ടാക്കിയെന്നാണ് കാണുന്നത്. അവയെല്ലാം ഉണ്ടാക്കിയെന്ന്. ആദ്യത്തെ 3 അധ്യായത്തിൽ എന്താ പറഞ്ഞത്? ഉണ്ടാക്കണമെന്ന്. ഇത് ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ രസിക്കൂ, അല്ലാത്തൊരു മനുഷ്യന് ഇത് രസിക്കില്ല. അതുകൊണ്ട് ഈ വിഷയം ഒന്നും തൊടാൻ എനിക്ക് പ്ലാൻ ഇല്ലാത്തതായിരുന്നു. രാമചന്ദ്രൻ ബ്രദർ എന്നെ വലിച്ചഴച്ച് ഒത്ത നടുവിലേക്ക് ഇട്ടത് കൊണ്ടാണ് ഇപ്പം ഈ വിഷയത്തിലേക്ക് കടക്കേണ്ടി വന്നത്. ഇത് എന്നാ പ്രസംഗാന്ന് ചോദിക്കും ആൾക്കാർ, ചോദിക്കില്ലേ? പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര വെളിപ്പാടിൻ്റെ ലോകമായത്, ഭയങ്കര സംഭവമായത്. എനിക്ക് അവസരം കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു പുതിയ നിയമ ശുശ്രൂഷകന് സമാഗമന കൂടാരത്തെക്കുറിച്ച്, ലേവ്യ പുസ്തകത്തെക്കുറിച്ചും ഗ്രാഹ്യമില്ലെങ്കിൽ അമ്പേ പരാജയം. നീ MTH അല്ല 12,000 ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നീ വട്ടപൂജ്യവാ. പുതിയ നിയമ സഭയിൽ ശുശ്രൂഷിക്കണമെങ്കിൽ സമാഗമന കൂടാരം എന്തെന്ന് മനസ്സിലാകണം, ലേവ്യ പുസ്തകം പഠിക്കണം. ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ, സത്യാരാധനയുടെ ആഴങ്ങൾ മനസ്സിലാകണമെങ്കിൽ, തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും, ഭയങ്കര ആഴമേറിയ കാര്യങ്ങളാണ്. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ ഹോമയാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ 1-2 വാക്കുകളുണ്ട്. സകലവും എന്ന് 2 വാക്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. സകലവും 9-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലും. വളരെ നിസാരമായിട്ട് നമ്മൾ വായിച്ചു കളയും സകലവും. അത് വലിയ ആഴമാണ്. സകലവും ബലിപീഠത്തിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സകലവും സമർപ്പിച്ചപ്പോൾ സൗരഭ്യം പരന്നുള്ളതാണ് വരുന്നത്. ആ ഒരു നിലയിൽ സകലവും ക്രിസ്തു തൻ്റെ ജീവിതം മുഴുവനും ബലിപീഠത്തിൽ സമർപ്പിക്കുക ചെയ്തു, പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം. അപ്പോൾ അത് വിശദീകരിക്കുമ്പോൾ അങ്ങോട്ടൊക്കെ പോകേണ്ടത്, അങ്ങോട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. ഓക്കെ, പറഞ്ഞു വരുന്നത്. അപ്പോൾ 19-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്നത് കണ്ടു. 25-ാം അധ്യായത്തിൽ അത് നിർമ്മിക്കാൻ പറഞ്ഞു. പിന്നീട് അത് മോശ നിർമ്മിച്ചു. എന്നിട്ട് 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ ഒരു വാക്കുണ്ട്, ഞാൻ ഇങ്ങനെ പറയാം. മോശ അതെല്ലാം ക്രമത്തിൽ, അതിൻ്റെ ഓർഡറിൽ അടുക്കി വെച്ചത്. മോശ അതെല്ലാം അതിൻ്റെ ക്രമത്തിൽ അടുക്കി വെച്ചു. അതിൻ്റെ ക്രമം, അതിൻ്റെ ഓർഡർ. കൂടാരം പണിതു. കൂടാരത്തിന് ഒരൊറ്റ വാതിൽ. 2 വാതിലുണ്ടോ? ഒറ്റ വാതിൽ. വാതിൽ തുറന്ന് കയറി വരുമ്പോൾ ആദ്യം യാഗപീഠം, അത് കഴിഞ്ഞ് താമ്രത്തൊട്ടി. അതാണ് വ്യവസ്ഥ, അതാണ് ദൈവം വെച്ച പാറ്റേൺ. ആദ്യം വീണ്ടെടുപ്പ്, രണ്ടാമത് വിശ്വാസ സ്നാനം. അത് രണ്ടും തിരിച്ചു വെച്ചായിരുന്നെങ്കിലോ? ആദ്യം താമ്രത്തൊട്ടി വെക്കുകയായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു, വന്നവനെ എല്ലാം മുക്കി വിടാമായിരുന്നു. പിന്നെ സമയം പോലെ സൂചേട്ടൻ പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തിയാൽ മതിയായിരുന്നു. പക്ഷെ ദൈവം വെച്ച വ്യവസ്ഥ എങ്ങനെയാണ്?
ആദ്യം യാഗപീഠം. ഈ കൂടാരത്തിൽ ഏറ്റവും വലിപ്പമുള്ള ഉപകരണം ഏതാണെന്നറിയാവോ? ഈ യാഗപീഠമാണ് ഏറ്റവും വലിപ്പം. ആ യാഗപീഠത്തിൻ്റെ മുൻപിലൂടെ അല്ലാതെ അകത്തേക്ക് പോകാൻ കഴിയില്ല. ആ യാഗപീഠം ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ദൈവസഭയിൽ ഒരു പാപിയായ മനുഷ്യൻ കടന്നു വന്നാൽ ക്രൂശിൻ്റെ സന്ദേശം അവിടെ മുഴങ്ങണം. അല്ലാതെ നമ്മൾ പറയുന്ന ലോകകാര്യം, നമ്മൾ മീൻസ് ഞാൻ പറയുന്ന പൊതു പെന്തക്കോസ്ത് ലോകത്ത് ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, ഓക്കെ. അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളല്ല പറയേണ്ടത്. ക്രൂശിൻ്റെ സന്ദേശം വെളിപ്പെടണം, എങ്കിലേ അവന് പാപബോധം വരൂ. ഈ വരുന്ന വ്യക്തികൾ കൃപയുടെ സുവിശേഷം, സത്യസുവിശേഷം, നിർമ്മലമായ സുവിശേഷം, ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ കേൾവിക്കാരൻ്റെ ഉള്ളിൽ എന്തു വരും? പാപബോധം വരും. സുവിശേഷം എന്ന കലപ്പ കൊണ്ട് ഉഴുതുമറിക്കണം. അപ്പോൾ ആ വ്യക്തിക്ക് അനുതാപം വരും, പാപബോധം വരും. ഓക്കെ. അപ്പോൾ യാഗപീഠം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. ഈ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ 3 യാഗപീഠത്തിൻ്റെ കാര്യം പറയും. 1 സമാഗമന കൂടാരത്തിന് മുൻപിലുള്ള താമ്രയാഗപീഠം, 2 യെരുശലേം ദേവാലയത്തിന് മുൻപിലുള്ള താമ്രയാഗപീഠം, 3 കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്ന ബലിപീഠം. ആദ്യത്തെ 2 ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുമായിട്ടാണ് നിൽക്കുന്നത്. 3-ാമത്തെ ബലിപീഠം മാനവലോകത്തിൻ്റെയും വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ കൂടാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സീരിയസ് ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ നടുവിലുള്ള ഇസ്രായേലുമായി ബന്ധപ്പെട്ടവരുടെ ചരിത്രത്തിലെ കരിനിഴൽ വീണ ഒരു കറുത്ത അധ്യായമാണ് പുറപ്പാട് ദിവസം 32-ാം അധ്യായം. എന്താ കറുത്ത അധ്യായം എന്ന് പറഞ്ഞത്? ഒരു കറുത്ത അധ്യായം. അതെ, മോശ പർവ്വതത്തിലിരിക്കുമ്പോൾ അസിസ്റ്റന്റ് ഓവർസിയറായ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റായ അഹ്റോനും കൂട്ടരും കൂടി താഴ്വരയിൽ എന്തുണ്ടാക്കി? കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് വേറെ ഏതാണ്ടാക്കി. പക്ഷെ ആയി വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി. അങ്ങനെയല്ലേ പുള്ളി പറയുന്നത്? അങ്ങനെ ആയിപ്പോയി എന്നാണ് പറയുന്നത്. പുള്ളിയുടെ അകത്ത് അതിൻ്റെ രൂപരേഖ ഉണ്ടായിരുന്നു. മോശയുടെ ഉള്ളിൽ സമാഗമന കൂടാരത്തിൻ്റെ രൂപരേഖയാണ്. മോശയുടെ ഉള്ളിൽ എന്തിൻ്റെ രൂപരേഖയാണ്? അത് ദൈവസഭയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ അഹ്റോന്റെ ഉള്ളിൽ കാളക്കുട്ടിയാണ്. മിസ്രൈമിലെ കാളക്കുട്ടി ഇരിക്കുക ഇപ്പോഴും. പുള്ളിക്ക് കൃപയാൽ ലഭിച്ച ഈ ഭാഗ്യ പദവി പുള്ളി തിരിച്ചറിഞ്ഞില്ല. ഉള്ള കുണുക്കെല്ലാം കൂടെ കൊണ്ടുപോയി തീക്കകത്തിട്ടപ്പോൾ കാളക്കുട്ടി നേരിട്ട് പുറത്തേക്ക് വരുന്നു. അങ്ങനെയൊന്നും വന്നതല്ല, പുള്ളി പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ 32-ാം അധ്യായം എന്ന് പറയുന്നത് ദൈവകോപം വെളിപ്പെട്ട അധ്യായമാണ്. 32 പിന്നെ 33 ചേർത്ത് പറയാം. പ്രിയ സഹോദരൻ ചോദിച്ച ചോദ്യം, അതെ 33-ന്റെ 7-ാം വാക്യം കേട്ടോ. ഇതൊരു സീരിയസ് വാക്യമാണ് കേട്ടോ. ഇത് ഒരു സെക്കൻഡ്, ഈ വാക്യത്തെക്കുറിച്ച് അങ്ങനെ സാധാരണ പറയാറില്ല. പറയാന്ന് വെച്ചാൽ ആളുകൾക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് പെട്ടെന്ന് പറയാൻ പോകാറില്ല. ചോദ്യം അതുകൊണ്ടാണ് പറയുന്നത്. 33-ന്റെ 7-ാം വാക്യം. നോക്കണം, ഈ വായിച്ച വാക്യപ്രകാരമുള്ള കൂടാരം ഇത് സമാഗമന കൂടാരമല്ല. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയിലേക്ക് ഏർപ്പെടുന്നേ ഉള്ളൂ. പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത മോശ പർവ്വതത്തിലാണ്, താഴ്വരയിൽ കാളക്കുട്ടി. അപ്പോൾ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കയ്യിൽ ലഭിക്കപ്പെട്ട പ്രമാണം ഉടച്ചു കളഞ്ഞില്ലേ? വീണ്ടും പർവ്വതത്തിലേക്ക് കയറി ഒരു 40 ദിവസം അവിടെ ഇരുന്നതിന് ശേഷമാണ് വീണ്ടും താഴേക്ക് ഇറങ്ങി വരുന്നത്. അതിന് ശേഷമാണ് ഈ ലഭിക്കപ്പെട്ട അളവിൽ ഈ സമാഗമന കൂടാരം ഉണ്ടാക്കുന്നത്. അതിൻ്റെ സമയവും കാലക്കണക്കും ഒക്കെ വെച്ച് പറയും. അന്നേരം നമുക്കത് മനസ്സിലാവും. എന്നാൽ ഈ വാക്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമി വഴിയായി മുൻപോട്ട് പോകുമ്പോൾ അവർ പാളയം അടിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒരു പാളയം അടിച്ചു. അവരങ്ങനെ പാളയം അടിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആ പാളയത്തിൻ്റെ ഒത്ത നടുക്ക് മോശയുടെ കൂടാരമാണ്. പാളയത്തിൻ്റെ ഒത്ത നടുക്ക് മോശയാണ് പാർക്കുന്നത്. മോശ പാർക്കുന്ന കൂടാരത്തിൽ മോശ ദൈവത്തോട് സംസാരിക്കുന്നു, മോശയോട് ദൈവം സംസാരിക്കുന്നു. ദൈവമായിട്ട് ബന്ധമുള്ള ഇസ്രായേലിൻ്റെ നായകൻ, അവരുടെ എല്ലാമായ ആളാണ് മോശ. അപ്പോൾ അങ്ങനെ മോശയാണ് അവരെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു വരാം. അത് ഇന്നത്തെ നമ്മുടെ പെന്തിക്കോസിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഓക്കെ ആവും. അപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ആലോചന കേൾക്കാനും തങ്ങളുടെ കാര്യം പറയാനും ഒക്കെ കടന്നു വരുന്ന മോശയുടെ അടുക്കലാണ്. അവരുടെ കാര്യം ആരോടാ പറയുന്നത്? മോശയോട്. ദൈവശബ്ദം കേട്ട മോശ ആരോട് പറയും? ജനത്തോട് പറയും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് താഴ്വരയിൽ ഇറങ്ങി വന്ന മോശയുടെ കോപം പൂർണ്ണമായിട്ടൊന്നും ശമിച്ചിട്ടൊന്നുമില്ല. അതുപോലത്തെ പണിയാണ് ഇവർ ചെയ്തത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവരെ നീട്ടിയ ഭുജത്താലും വീര്യമുള്ള കരത്താലും മിസ്രൈമിന്റെ ഇരുമ്പൊലയിൽ നിന്ന് വിടുവിച്ച് അത്യത്ഭുതകരമായി നടത്തിക്കൊണ്ട് വന്ന ആ നടത്തിപ്പും കാഴ്ചയും ഒക്കെ കണ്ടിട്ട്
ഒരു ദയാദാക്ഷിണ്യമില്ലാതെയാണ് അവർ ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്. ഒരു ദയാദാക്ഷിണ്യമില്ലാതെ. അങ്ങനെയല്ലേ പറയേണ്ടത്? എതിർപ്പുണ്ടോ? ഉണ്ടോ? അതുപോലെ വെളിപ്പാടുകളും അത്ഭുതങ്ങളും കണ്ട് മലയാളക്കരയിൽ ഇവിടുത്തെ സാമുദായിക സമ്പ്രദായങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിറങ്ങി വന്നൊരു സമൂഹമാണ് പെന്തിക്കോസ് സമൂഹം. കാലങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ കോട്ടയത്തും കൊയിലാണ്ടിയിലും ഒക്കെ കണ്ടവർ കാളക്കുട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശിമാരൊക്കെ വെള്ളയും വെള്ളയിട്ട് അവിടെ പോയി നിന്ന് തുള്ളാൻ കൂടുക. ഒരു മര്യാദയില്ലാതെയല്ലേ തുള്ളാൻ കൂടിയത്? എന്തു വെളിപ്പാടിൽ ഇറങ്ങി വന്നൊരു സമൂഹമാ. പർവ്വതത്തിലിരിക്കുക മോശ, അന്നേരം അഹറോൻ താഴെ കാളക്കുട്ടി ഉണ്ടാക്കുക. മോശ ഇറങ്ങി വരുന്നവരെ കാത്തിരിക്കണ്ടേ? കോട്ടയത്തും കൊയിലാണ്ടിയിലൊക്കെ ആളുകൾ തുള്ളുന്നുണ്ട്, അവിടെ ആള് കൂടുന്നുണ്ട്, കൂടിക്കോട്ടെ. അവൻ സൈക്കിളിൽ വന്നിട്ട് ബെൻസ് കാറിലാണ് പോകുന്നത്, പൊക്കോട്ടെ. ബെൻസ് കാറിൽ പോയിട്ട് ബെൻസ് കാർ എങ്ങോട്ടാ ഓടിച്ചോണ്ട് പോകുന്നത്? തീക്കകത്തേക്കാ. നിങ്ങൾക്ക് അത്രയും പറയാൻ ധൈര്യമില്ലായിരിക്കും, എനിക്ക് ധൈര്യമുണ്ട്. ഈ ബെൻസ് കാറിൽ പോകുന്ന ഉപദേശ പെശകാരൻ പോകുന്നത് എങ്ങോട്ടാ? നമ്മളും നമ്മുടെ ശുശ്രൂഷകരൊന്നും ആ കൂട്ടത്തിൽ തുള്ളാൻ പോകേണ്ട കാര്യമില്ലെന്നേ. പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. കേട്ടോ, യാഗവും കളിക്കാനും. ഒരു സൈഡിൽ യാഗം നടത്തുന്നു, മറു സൈഡിൽ കളിക്കാനും എഴുന്നേക്കുന്നു. വല്ലാത്ത പരിപാടിയായിപ്പോയി. ഈ വായിച്ചതിന് പ്രകാരം യാഗത്തിന്റെ നിയമാവലികൾ അവർക്ക് ലഭിച്ചിട്ടില്ല. മോശ അതുമായിട്ട് ഇറങ്ങി വരുന്നേ ഉള്ളൂ. പക്ഷെ അവരവിടെ യാഗം നടത്തുന്നു. പൂർവ്വകാലം മുതൽ യാഗങ്ങൾ നടത്തുന്നുണ്ടല്ലോ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട്. അപ്പം അധികാലത്ത് എഴുന്നേറ്റ് യാഗങ്ങളൊക്കെ അർപ്പിച്ച് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കളിയും തമാശയൊക്കെ ആയിട്ട് അവർ എഴുന്നേറ്റ് വരികയാണ്. അതിൽ മറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഈ പുലർകാലത്ത് ഈ കാളക്കുട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് കാളക്കുട്ടി ഉണ്ടാക്കേണ്ടവർക്ക് വേണ്ടിയിട്ട് മന്ന പൊഴിച്ചു കൊടുത്തൊരു ദൈവം. ഭയങ്കരം തന്നെ. മനസ്സിലായോ? പുലർകാലത്ത് ഇവൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കാളക്കുട്ടിയെ. അത് ആർക്കറിയാം? ജീവനുള്ള ദൈവത്തിന് അറിയാൻ മേലേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഇന്ന് ഈ അഹറോനും കൂട്ടർക്കും എന്ത് ചെയ്യണ്ട? മന്ന കൊടുക്കണ്ടെന്നല്ലേ തീരുമാനിക്കേണ്ടത്. പക്ഷെ എന്ത് ചെയ്തു? അത് റദ്ദ് ചെയ്യുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. വിളിച്ചിറക്കിയ ദൈവം ചില മന്നാകളൊക്കെ തന്നെന്നോർത്ത് ദൈവത്തിന് നിന്നിൽ പ്രസാദമൊന്നുമില്ലെന്നേ. സർക്കസ് കളിക്കുന്നവനും അവനോട് ഇവനോടൊക്കെ കൂട്ടുകൂടുന്നതും വേർപാട് നഷ്ടപ്പെടുത്തുന്നവനും ഉപദേശം മറിക്കുന്നവനുമായിട്ട് ദൈവത്തിന് അവന്റെ ജീവിതത്തിൽ പ്രസാദമില്ല. എത്ര കൊമ്പത്തെ ഉപദേശിയാണെങ്കിലും, ഏത് കൊമ്പത്തെ ഉപദേശിയാണെങ്കിലും തന്റെ പ്രമാണം, അഗ്നിമയമായ പ്രമാണം മറിച്ചാലുണ്ടല്ലോ ഒരു പ്രസാദവും ഇല്ല. പക്ഷെ മന്ന തരും. എന്നുവെച്ചാൽ ഉപദേശിക്ക് അമേരിക്കൻ ഗ്രീൻ കാർഡ് തരും. മക്കളെ ന്യൂയോർക്കിലേക്കും അറ്റ്ലാന്റയിലേക്കും വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ വിടും. അതൊക്കെ തരും, അതൊക്കെ ചെയ്യും എന്നോർത്ത് പ്രസാദം ഉണ്ടെന്നാണോ അർത്ഥം? ഒരു പ്രസാദവും ഇല്ല. നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പർവ്വതത്തിലെ മാതൃക പ്രകാരമല്ല. പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉണ്ടാക്കുന്നവന്റെ കയ്യിൽ അളവ് നൂലും തൂക്കുകട്ടയും വേണം. വേണോ വേണ്ടയോ? അത് ഉയരത്തിലെ ആലോചനയാ. അഹറോൻ ഉണ്ടാക്കിയത് ഉയരത്തിലെ ആലോചനയാണോ? അത് തൻ്റെ ബുദ്ധിയിൽ, തൻ്റെ ജഡത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയത്തിനനുസരിച്ചാണ് താൻ ഉണ്ടാക്കിയത്. അത് ദൈവത്തിന് കോപകരമായ കാര്യമായിപ്പോയി. അപ്പോ ദൈവം മോശയോട് പറയാണ്, 33-7 ഒന്നുകൂടെ വായിച്ച്. ശ്രദ്ധിക്കുക. അതെ, യെസ്. ഈ പറയപ്പെട്ട സമയത്ത് കാളക്കുട്ടിയും അനുബന്ധമായി സംഭവിച്ച 3000 പേര് പട്ടുപോയതും ഒക്കെ നമുക്കറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ദൈവം മോശയായിട്ട് സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. 33-ാം അധ്യായത്തിന്റെ 6 വരെയുള്ള ഭാഗങ്ങളുണ്ടതൊക്കെ. അത് കഴിഞ്ഞിട്ട് മോശയോട് പറയാണ്, ഒരു കാര്യം ചെയ്തോ, പാളയം മലിനമായിരിക്കുന്നു, നീ കൂടാരം എടുത്ത് എന്ത് ചെയ്യാനാ പറഞ്ഞേ? അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ഒന്നോടെ നോക്കി. ആണ്ടോ, ദൂരെ എന്നുള്ള വാക്കിന് പ്രാധാന്യം. കൂടാരം എടുത്ത് എന്ത് ചെയ്യണം? പാളയത്തിന്, ഇസ്രായേൽ പാളയത്തിന് വെളിയിൽ ദൂരത്ത് അടിക്കണമെന്നല്ലേ? ഇപ്പൊ ഇസ്രായേൽ പാളയം ഇപ്പൊ എന്തായിരിക്കുക? നമ്മളിപ്പോ എന്ത് ചെയ്യണം? അതിപ്പോ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോലെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് നാടോടുമ്പോ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയല്ലെന്നേ മോശയോട് പറഞ്ഞത്. കൂടാരം എടുത്ത് എന്ത് ചെയ്യണം? ദൂരത്തടിക്കുക. എന്നിട്ടൊരു വാക്കും കൂടെ പറഞ്ഞു, യഹോവയെ ഇത് ഒരു ഭയങ്കരമായ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയമാണ്. ഇത് ഗൗരവമായൊരു പഠനമാണ്. അതായത് നമ്മൾ പാളയത്തിന് ഗൗരവം കൊടുത്ത് പഠിപ്പിക്കും.
നമ്മൾ പഴയ നിയമം ഇസ്രായേലുമായി ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ പാളയത്തിന് ഗൗരവം കൊടുത്ത് പഠിപ്പിക്കും. പാളയം, ഇസ്രായേൽ പാളയം, വിശുദ്ധന്മാരുടെ പാളയം, അങ്ങനെ ഒരു സൈഡിൽ പറയും. മറു സൈഡിൽ പറയുമ്പോൾ മലിനമായ പാളയവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കും. മലിനമായ പാളയം, അത് നമ്മുടെ എബ്രായ ലേഖനം 13-ാം അധ്യായം വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ആകയാൽ ക്രിസ്തുവിന്റെ നിന്ന ചുമന്നുകൊണ്ട് നാം പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ കഷ്ടം സഹിക്കാം. നാം ക്രിസ്തുവിന്റെ നിന്ന വഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്തു വരണം. അപ്പോൾ അവിടെ പാളയത്തിന് പുറത്തു വരിക എന്ന് പറഞ്ഞാലോ, ഇത് സംഭവം മലിനമായിരുന്നേ. ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ പാളയം ഓക്കെ ആയിരുന്നു, പിന്നെ പാളയം മലിനമായി. പിന്നെ ഈ കൂട്ടത്തിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സാന്നിധ്യമില്ല. അതങ്ങനെ ഒരു സംവിധാനമായിട്ട് അതങ്ങനെ മുന്നോട്ട് പോയി. കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് ഒരു കൈത്തിരി കത്തുന്നത്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ദൈവം തന്റെ സമൂഹത്തെ നവീകരിച്ചു കൊണ്ടുവന്ന് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം പെന്തക്കോസ്തിന്റെ ഉണർവ് ലോകമെമ്പാടും വ്യാപരിച്ചു. പെന്തക്കോസ്തിന്റെ ഉണർവ് അങ്ങനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അങ്ങനെ പൂർവീകരണത്തിലേക്ക് വരികയാണ്. നവീകരണം കഴിഞ്ഞു, ഇപ്പൊ എന്തായിട്ടാണ് വന്നത്? പൂർവീകരണം. നവീകരണം എന്ന് പറഞ്ഞാൽ ഉള്ള സിസ്റ്റത്തെ എന്ത് ചെയ്യുക? നവീകരിച്ചു കൊണ്ടുപോവുക. എന്നാൽ പെന്തക്കോസ്തിന്റെ ജ്വാല വരുന്ന സമയത്ത് പൂർവീകരണം എന്ന് പറഞ്ഞാൽ മാളികമുറിയിലേക്ക് ഒരു മടങ്ങിപ്പോക്കാണ്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് മടങ്ങി പോവുകയാണ്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഈ ടച്ചിങ്ങും പോളിഷിങ്ങും ഒന്നുമല്ല, ചില വെൽഡിങ്ങും ഒന്നുമല്ല, മാളിക മുറിയുടെ അനുഭവത്തിലേക്ക് വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസ സ്നാനം, ആത്മസ്നാനം, ജയജീവിതം, വിശുദ്ധ ജീവിതം, അങ്ങനെ ജനം പ്രത്യാശയിൽ ജ്വലിച്ച് ജീവിച്ച ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് വരികയാണ്. അങ്ങനെ ലോകമെമ്പാടും കർത്താവിന്റെ സഭ വീണ്ടും ശക്തിയോടെ സ്ഥാപിക്കപ്പെടുകയാണ്. ലോകത്തിന്റെ വൻകരകളിലേക്ക് മിഷണറിമാർ അതിനു മുൻപേ പോയി തുടങ്ങി 19-ാം നൂറ്റാണ്ടിൽ. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്തിന്റെ ഉണർവ് വന്നതിന് ശേഷം അത് അതിശക്തമായ ഒരു മലവെള്ളപ്പാച്ചിന് പോലെയായിരുന്നു. ലോകരാജ്യങ്ങളിൽ ദൈവസഭ സ്ഥാപിക്കപ്പെടുകയായിരുന്നു. ശരിക്കും അന്ന് കടന്നുപോയ മിഷണറിമാർ കൂടാരം നീക്കിയടിക്കുകയായിരുന്നു. സാമ്പ്രദായിക ക്രൈസ്തവ സമൂഹത്തിന്റെ നടുവിൽ നിന്ന് അവർ സുവിശേഷം ഘോഷിച്ചുകൊണ്ട് കൂടാരം നീക്കിയടിച്ചു കാണിച്ചു. യഹോവയെ അന്വേഷിക്കുന്നവർ അമ്പരചുംബികളായ വലിയ മണിമന്ദിരങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നു. യഹോവയെ അന്വേഷിക്കുന്നവർ ദൂരത്തേക്ക് ഇറങ്ങി വന്നു. മനസ്സിലാവുന്നുണ്ടോ? നസ്രാണി ലോകം ഉപദേശ പെസകിലേക്കും മാലിന്യത്തിലേക്കും കടന്നുപോയപ്പോൾ ദൈവം നിയോഗിച്ചാക്കിയ തന്റെ മിഷണറിമാർ ലോകമെമ്പാടും കടന്നു ചെന്ന് തന്റെ കൂടാരം സ്ഥാപിച്ചു. അവിടെ യഹോവയെ അന്വേഷിക്കുന്നവർ എന്ത് ചെയ്യണം? അപ്പൊ എല്ലാവരോടുമാണോ ആ ആഹ്വാനം? പിന്നെ നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ നടുവിൽ നമ്മളൊരു അനൗൺസ്മെന്റ് നടത്തുക. നമ്മൾ ചില ദൈവദാസന്മാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ ശ്രവിക്കാൻ കഴിയും. കുഞ്ഞുകുട്ടി പരാധീനതകളായിട്ട് എല്ലാവരും വരണമെന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? അതേസമയം നമ്മളൊരു പ്രവാചകനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചാകാൻ കിടക്കുന്ന വല്യമ്മ വരെ എഴുന്നേറ്റ് വരും. ഞാൻ തിരുവനന്തപുരത്തൊരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് പോയി. നമ്മുടെ കുറേ സഹോദരന്മാരാണ് ആ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. അവർ ആ കൊച്ചു നോട്ടീസിൽ എഴുതി വെച്ചു, ഇന്ന പാസ്റ്റർ വരും, നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഒരു മഞ്ചക്കുഞ്ഞ് വരും ഇവിടെ. ബൈബിൾ ക്ലാസ്സേ, 21-ാം നൂറ്റാണ്ടിൽ ബൈബിൾ ക്ലാസ് ആര് വരാനാ? 2-3 വല്യമ്മമാർ വന്നു. അതേസമയം ഒരു ദൈവദാസൻ വരുന്നുണ്ട്, ദൈവവചന ഘോഷണം ഉണ്ടെന്ന് മാത്രം എഴുതിയാലും ആൾ വരും. ബൈബിൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അപ്പം നമുക്ക് അങ്ങ് വിഷമാവും, വല്ലാത്ത വിഷമാവും. എന്നതാ ഈ ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത്? നമ്മൾ ഈ കാര്യങ്ങളെ ധ്യാനിച്ചു വരികയാണ്. ഈ ടാബർനാക്കിൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റഡിയൊക്കെ ഗൗരവമായ സ്റ്റഡിയാണ്. നമ്മൾ സമാഗമന കൂടാരം പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കാനല്ല അത് പഠിക്കുന്നത്. ഈ സമാഗമന കൂടാരത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. ഈ കൂടാരത്തിൽ മറഞ്ഞിരിക്കുന്ന ആരുടെ മഹത്വമാണ്? ആ കൂടാരത്തിൽ നിങ്ങൾ എവിടെ ഡിഗ് ചെയ്ത് ചെന്നാലും, തുളച്ചു കയറി ചെന്നാലും, അവിടെ എല്ലാ മുക്കിലും മൂലയിലും ആരെയാണ് കാണുന്നത്? ക്രിസ്തുവിനെ കാണണം. കണ്ടില്ലെങ്കിൽ അപകടമാണ്. അതിൻ്റെ ഏത് മേഖലയിലും കടന്നു ചെന്നാൽ അവിടെയെല്ലാം ക്രിസ്തുവിനെയാണ് നമ്മൾ കാണേണ്ടത്. അതിനുവേണ്ടി ഇത് പഠിക്കുന്നത്. അല്ലാതെ നമുക്കിത് പഠിച്ചിട്ട് വല്ലവരെയും കേൾപ്പിക്കാനാണോ? ഞങ്ങളിത് പഠിച്ചെന്ന് പറയാനാണോ? ഒന്നുമല്ല. ഇപ്പം ഈ വിഷയം ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഒരു ചോദ്യം വന്നു. ആ ചോദ്യത്തിൻ്റെ മറുപടിയായി പറയുന്നത് കൂടാരം എടുത്ത് നീക്കി അടിച്ചു. ഓരോരോ കാലങ്ങളിൽ അങ്ങനെയാണ്. മലിനമായി കഴിഞ്ഞാൽ കൂടാരം പിന്നെ എന്ത് ചെയ്യും? നീക്കി അടിക്കും. മലയാളക്കരയിൽ ആംഗ്ലിക്കൻ മിഷണറിമാർ വന്ന് ഇവിടെ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അവർ സ്ഥാപിച്ച കൂട്ടങ്ങളാണ് CMSന്റെ കൂട്ടങ്ങൾ. പിന്നീട് അതിന് CSI എന്നൊക്കെയുള്ള പേര് വന്നു. അതൊക്കെ കാലാന്തരത്തിൽ
അങ്ങനെ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നത്തേതിൽ ബ്രദറൻ മിഷണറിമാർ ഇവിടെ കടന്നു വന്നു. അവർ സുവിശേഷം അറിയിച്ചു. അങ്ങനെ വന്നതിൽ ഒരു മിഷണറിയാണ് ജോർജ് ബർജസ്. അദ്ദേഹം കൊട്ടാരക്കര തൃക്കടമംഗലില് ബ്രദറൻ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചു, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ മലയാളക്കരയിൽ പെന്തക്കോസ്റ്റിന്റെ ഒരു വിത്താണ് അവിടെ വീണത്. പിന്നീട് മലയാളക്കരയിൽ ഉണർവിന്റെ ഒരു കാലമായിരുന്നു. പല മിഷണറിമാരിവിടെ വന്നു. അതിൽ പ്രസിദ്ധനായൊരു മിഷണറിയാണ് കുക്കു സാഹിബ്. അങ്ങനെ അവരിലൂടെയൊക്കെ തുവിയൂരിലും പൂവത്തൂരിലും ഒക്കെ ഉണർവുകളുണ്ടായി. ആ ഉണർവുകൾ ഉണ്ടാകുമ്പോഴും ഇവിടെ വ്യവസ്ഥാപിത ക്രൈസ്തവ ലോകമുണ്ട്, ഇല്ലേ? ക്രൈസ്തവ ലോകം ഇല്ലേ? ആ ക്രൈസ്തവ ലോകത്തുള്ള ആളുകളെ അവർ മാടി വിളിക്കുകയായിരുന്നു. യഹോവയെ അന്വേഷിക്കുന്നവർ വരൂ വരൂ എന്ന് പറഞ്ഞ് മാടി വിളിക്കുകയാണ്. മലിനമായ പാളയങ്ങളിൽ നിന്ന്, ദൈവസാന്നിധ്യമില്ലാത്ത പാളയങ്ങളിൽ നിന്ന് ഇറങ്ങി വരൂ, ഇറങ്ങി വരൂ. ആ സുവിശേഷ ഘോഷണത്തിൽ അതല്ലേ കേൾവിക്കാർക്ക് മനസ്സിലായത്. കേട്ടവരെല്ലാം ഇറങ്ങി വന്നോ? ഇല്ല. ഉള്ളിൽ സത്യാന്വേഷണം ഉള്ളവരെല്ലാം ഇറങ്ങി വന്നു. ഒരു കാലത്ത് നമ്മുടെ പൂർവന്മാര് അങ്ങനെ ഇറങ്ങി വന്നു. അങ്ങനെ ഇറങ്ങി വന്നവരോട് അന്നത്തെ പ്രസംഗികൾ എന്താ പറഞ്ഞത്? അബ്രഹാമിന്റെ തൊഴുത്തിലുള്ളതൊക്കെ നിങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്ന് കേൾക്കുന്ന ഒരു പ്രസംഗവും പെന്തിക്കോസിലില്ലായിരുന്നു. 1980 മുമ്പ് ഇന്ന് കേൾക്കുന്ന ഒരു പ്രസംഗവും പെന്തിക്കോസുകാരുടെ ഇടയിൽ പ്രസംഗിച്ചിരുന്നില്ല. ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചിരുന്നത്. ദൈവസഭയെക്കുറിച്ചുള്ള പഠനങ്ങളാണ്, സഭയുടെ ഭാവി മഹത്വം ഇത്യാദി കാര്യങ്ങളാണ് പ്രസംഗിച്ചിരുന്നത്, പഠിപ്പിച്ചിരുന്നത്. ജനം വചനത്തിൽ നിശ്ചയമുള്ളവരായിരുന്നു. പലരും വലിയ പഠിത്തക്കാരും വലിയ കോടീശ്വരന്മാരൊന്നും അല്ലായിരുന്നു, സാധുക്കളൊക്കെ ആയിരുന്നു. പകല് കൂലിവേലയ്ക്കൊക്കെ പോയവർ വൈകിട്ട് ഒരുമിച്ച് കൂടി വചനം ധ്യാനിക്കും, ആത്മാവിൽ ആരാധിക്കും. ഒരു കത്തല. അടുത്ത ദിവസങ്ങൾ അവർ പോകുന്ന ഇടങ്ങളിലൊക്കെ അവർ സുവിശേഷത്തിന്റെ സാക്ഷികളായി മാറി. അങ്ങനെ ഒരു സംഭവം ഇന്ന് നമുക്ക് പറയാൻ കിട്ടുന്നുണ്ടോ? അങ്ങനെ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ മലയാളക്കരയിലെ ധാരാളം മനുഷ്യർ ലോകമെമ്പാടും സഞ്ചരിക്കുന്നുണ്ട്. വിശേഷിച്ച് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ നിന്ന് ധാരാളം യൗവനക്കാര് പഠനത്തോടുള്ള ബന്ധത്തിൽ, ഉന്നത ജോലിയോടുള്ള ബന്ധത്തിൽ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കടന്നു പോകുന്നുണ്ട്. അവരിൽ എത്ര പേര് അവിടെ സാക്ഷികളാകുന്നുണ്ട്? ലോകത്തിലെ പ്രസിദ്ധമായ ഹോസ്പിറ്റലുകളിൽ നമ്മുടെ സഹോദരിമാര് നഴ്സുമാരായി കടന്നു പോകുന്നുണ്ട്. അവരിൽ എത്ര പേരവിടെ സാക്ഷിയാകുന്നുണ്ട്? ഇവരെല്ലാം പോയിട്ട് എന്താ പറയുന്നത്? ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, മാനിച്ചു എന്നാ. ദൈവം നിന്നെ അനുഗ്രഹിക്കാനാണോ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും വിട്ടത്? അത് ഏത് മണ്ടനാ പറഞ്ഞത്? നീ ദൈവത്തിന്റെ ആലയമാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ നിങ്ങൾ എനിക്കൊരു ആലയം പണിയണം, അഥവാ മന്ദിരം പണിയണം. പഴയ നിയമത്തിൽ നമ്മൾ 2 ആലയത്തെ കുറിച്ച് കാണും. ഒന്ന് സമാഗമന കൂടാരം, 2 യെരുശലേം ദൈവാലയം. 2 പഠനമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അത് രണ്ടും ദൈവസഭയുടെ നിഴലായിട്ട് നമ്മൾ പഠിപ്പിക്കും. ഒന്ന് സഞ്ചരിക്കുന്ന കൂടാരം, ഒന്ന് പെർമനന്റ് സ്ട്രക്ചർ, അല്ലേ? അതിൽ യെരുശലേം ദൈവാലയവുമായിട്ടല്ല ഇന്ന് സഭയ്ക്ക് മാച്ചിങ് ഉള്ളത്. അത് സഭയുടെ ഭാവി മഹത്വത്തെ കാണിക്കുന്ന കാര്യങ്ങളാണ് അതിലൂടെ നമ്മൾ പറഞ്ഞ് വിശദീകരിക്കുന്നത്. അതേസമയം ഇന്ന് സഭയുടെ അസൽ നിഴലായിട്ട് നിൽക്കുന്നത് ഏതാ? സമാഗമന കൂടാരമാണ്, സഞ്ചരിക്കുന്ന കൂടാരം. മാളികമുറിയിൽ ആരംഭിച്ച ദൈവസഭ സഞ്ചരിക്കുന്നവരുടെ ഒരു സംഘമായിരുന്നു, പരദേശികളുടെ സംഘം. പത്രോസ് അവിടെ നിന്നുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ ഉയർത്തുകയായിരുന്നു. ഒരു സഹോദരൻ ഞാനങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുകയായിരുന്നു, പത്രോസ് അവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, പാസ്റ്റർ കള്ളവാ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം താങ്കൾ ആഴത്തിൽ പഠിക്കാത്തതുകൊണ്ടാന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ വേണേൽ വിശദീകരിച്ചു കൊടുക്കാം. ഒരു അന്വേഷണാർത്ഥി എന്ന നിലയിലല്ല എന്നോട് പുള്ളി സംസാരിച്ചത്. പത്രോസ് അങ്ങനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്. 2-ാം അധ്യായം ആഴത്തിൽ ധ്യാനിക്കുന്നവർക്ക് മനസ്സിലാകും. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസ്രായനെ യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസ്രായനെ യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആഴം വെളിപ്പെടുന്നത്. പത്രോസ് അവിടെ വെച്ചത് എന്താ? ബലിപീഠമാണ്. കാൽവറിയിലെ ബലിപീഠം എവിടെ കൊണ്ടുവന്നു? ഇപ്പോൾ മാളികമുറി കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ അക്ഷരികമായൊരു ബലിപീഠമാണോ? ഊശിന്റെ സന്ദേശം അവിടെ പ്രസന്റ് ചെയ്തു. ഊശിന്റെ വചനങ്ങൾ പ്രസംഗിച്ചപ്പോഴാണ് കേൾവിക്കാരുടെ ഉള്ളിൽ കുത്തുകൊണ്ടത്. ചുമ്മാ കുത്തുകൊള്ളുവോ? അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെ കുത്തുകൊള്ളുന്നത്? ലോകത്തിലുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ ഓടിക്കൂടിയിട്ടുണ്ട്. അവരോട് പറയാണ്, നമ്മുടെ പിതാവായ അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് കുത്തുകൊള്ളാന്? കുത്തെങ്ങനെയാ കൊണ്ടത്? പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താ? പാപത്തിന്റെ പരിഹാരം നടന്ന ഇടമാണ് ക്രൂശ്. പാപപരിഹാരം നടന്ന ഇടം.
അത് അതിൻ്റെ നിലയിൽ പത്രോസ് വർണ്ണിക്കുമ്പോൾ അത് അഭിഷേകത്തിൽ നിന്നാണ് പറയുന്നത്. കേൾവിക്കാരൻ്റെ ഇടനെഞ്ച് പിടഞ്ഞു കാണും. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വല്ലാത്ത അവസ്ഥയിലെത്തി കാണും. അതുകൊണ്ടാണ് കരം രണ്ട് ഉയർന്നത്. തൻ്റെ പ്രസംഗം അവരുടെ മനസ്സാക്ഷിയിൽ പോയി ഇടിച്ചു നിന്നു. അതുകൊണ്ട് കേൾവിക്കാരായ യഹൂദന്മാർ കൈപൊക്കി കളഞ്ഞു. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകും? ഇത് ഞങ്ങൾ കേട്ടുപോയി, നീ ഇത് കേൾക്കാതിരുന്നെങ്കിൽ നിനക്ക് നന്ന്. അവരെല്ലാം കേട്ടുപോയി. കേട്ടുപോയപ്പോൾ ആ വചനത്തെ മറികടന്ന് പോകാൻ കഴിയാതെ അവര് ആ വചനത്തിന് മുമ്പാകെ സറണ്ടർ ചെയ്തു, അടിയറ പറഞ്ഞു. അപ്പൊ കൂടാരമെടുത്ത് ദൂരെ നീക്കിയടിച്ചു. യഹോവയെ അന്വേഷിക്കുന്നവർ കടന്നു വരട്ടെ എന്നാ പറഞ്ഞത്. യഹോവയെ അന്വേഷിക്കുന്നവർ, അതൊരു ഗൗരവമായ വാക്കാണ്. നമ്മുടെ തലമുറയിൽ യഹോവയെ അന്വേഷിക്കുന്നവർ, അഥവാ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായവനെ അന്വേഷിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് സഹോദരങ്ങളെ. കൂട്ടായ്മയ്ക്കൊക്കെ എല്ലാവരും വരും, അന്വേഷണം വേണം. കൂട്ടായ്മയ്ക്ക് വരിക, പാട്ട് പാടുക എന്നുള്ളതല്ല. അവരുടെ ഉള്ളിലൊരു കത്തണം. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടണം. പൂർവ്വകാലങ്ങളിൽ അത് പറയുമ്പോഴാണ്. ഞാനിങ്ങനെ പറഞ്ഞു വന്ന് മാളികമുറിയിൽ ഇപ്പോൾ കയറിയില്ലേ, പത്രോസിന്റെ പ്രസംഗത്തിൽ വരെ എത്തി. പത്രോസിന്റെ പ്രസംഗവും യഹൂദന്മാരുടെ ശാസ്ത്രിമാരുടെ പ്രസംഗവും തമ്മിൽ രാത്രിയും പകലും തമ്മിലുള്ള അന്തരമില്ലേ? എന്തൊരു പവറാണ് ആ മെസ്സേജിന്. ഏതെങ്കിലും ശാസ്ത്രി പത്രോസ് പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുമോ? ഗമാലിയേൽ പോലും വിറച്ചു പോയി കാണും. തൻ്റെ കീഴിലിരുന്ന് തറവറ പഠിച്ച പയ്യനായി ഈ പൗലോസൊക്കെ. കാലാന്തരത്തിൽ പൗലോസിന്റെ ഒക്കെ പ്രസംഗം കേട്ട് ഗമാലിയേൽ അന്തം വിട്ട് നിന്ന് കാണും. താൻ പഠിപ്പിച്ച കാര്യമല്ല പൗലോസ് പറഞ്ഞത്, താൻ വെളിപ്പാടിലാണ് പറഞ്ഞത്. ഞാനൊരു വെളിപ്പാടനുസരിച്ചത്രേ പോകുന്നത്. ഒരു വെളിപ്പാടനുസരിച്ച്, ആ വെളിപ്പാടിനനുസൃതമായ ഒരു അഭിഷേകം ജ്വലിക്കുകയാണ്. അവര് പറയുന്ന പോലെയല്ല. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകർ ശബ്ദിച്ചു തുടങ്ങുകയാണ്. ആ ശബ്ദം അനേകരെ ആകർഷിക്കുകയാണ്, അനേകരെ ആകർഷിച്ചു കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ അന്വേഷണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകണം. നമ്മുടെ തലമുറകളെ ഈ ബോധ്യത്തിലേക്ക് കൊണ്ടുവരണം. എഫേസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കും. നമുക്ക് യോഹന്നാനിൽ നാളെ കയറാം. എഫേസ് ലേഖനം 3:5 അതാണ് ഇപ്പൊ വായിച്ചത്. അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായിരുന്നില്ല. പൂർവ്വകാലങ്ങളിൽ അറിയായി വന്നില്ലെന്ന്, അറിയായി വന്നിരുന്നില്ല അല്ലേ? യെസ്. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടു വന്നു. ഒരു മർമ്മം ആത്മാവിനാൽ വെളിപ്പെട്ടു വന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം, ദൈവസഭയെ കുറിച്ചുള്ള മർമ്മം, അതെല്ലാം പൂർവ്വകാലങ്ങളിൽ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? മറഞ്ഞിരിക്കുകയായിരുന്നു. ആ മർമ്മം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോൾ മുതലാ സഹോദരിമാരെ? ആ മർമ്മം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ, രാവിലെ ഞാൻ ചോദ്യമൊക്കെ ചോദിക്കുന്നു പറഞ്ഞെങ്കിൽ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല അല്ലേ? ഞാൻ മറന്നുപോയത്, എന്നെ ഓർപ്പിക്കണ്ടായിരുന്നു. ആ മർമ്മം ഇപ്പോൾ, എപ്പോൾ മുതൽ? മാളികമുറി മുതൽ. അതിനു മുമ്പ് വരെ ഇത് മർമ്മമായിരുന്നു. അതിനു മുമ്പ് വരെ ഇത് എന്തായിരുന്നു? മർമ്മമായിരുന്നു, മറഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ മാളികമുറി മുതൽ ചുമ്മാ മുക്കുവന്മാർക്ക് ആത്മാവിലെല്ലാം വെളിപ്പെട്ട് കിട്ടി. അവന്റെ അപ്പോസ്തലന്മാർക്കും വിശുദ്ധ പ്രവാചകന്മാർക്കും. അവിടെ പറയുന്ന പ്രവാചകൻ ആരാണ്? പഴയ നിയമ പ്രവാചകനോ പുതിയ നിയമ പ്രവാചകനോ? എവിടെ ഒരു സ്ഥലത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇരമ്യാവിനാന്ന്. ഇരമ്യാവിനും യെശയ്യാവിനും ദാനിയേലിനൊക്കെയാന്ന്. അവരുടെ കാലത്ത് ഇതെല്ലാം മറഞ്ഞു കിടക്കുക. ദാനിയേലിനോട് പറഞ്ഞു എല്ലാം മുദ്രയിട്ടേക്കാൻ. ദാനിയേലിനൊന്നും മനസ്സിലായില്ല. ദാനിയേലെല്ലാം എഴുതി കൂട്ടി വെച്ചു. അതെല്ലാം ആർക്കാ വെളിപ്പെട്ടത്? അപ്പോസ്തലന്മാർക്ക് മാത്രമല്ലെന്ന് ഈ തലമുറയിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടി. ഈ സഭായുഗത്തിൽ, ഇത് സഭായുഗമാണ്. ഈ യുഗത്തിൽ ഇതെല്ലാം മറനീക്കി പുറത്തേക്ക് കൊണ്ടുവരികയാണ് അവന്റെ ആത്മാവിനാൽ. ഇപ്പോൾ ആത്മാവിന്റെ നടത്തിപ്പുള്ള കാലമാണ്. ആത്മാവിൽ ജീവിച്ചാൽ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടും. പൂർവ്വകാലങ്ങളിൽ എല്ലാം മറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? അങ്ങനെ എന്തൊരു വാക്ക് പറഞ്ഞില്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ. പിന്നെ ശിഷ്യന്മാർ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കണ്ടു ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല.
നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. നമ്മൾ എന്തിനാ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ ഒത്തുകൂടിയത്? പ്രഭാതം മുതൽ ഈ സമയം വരെ ദൈവവചനം ധ്യാനിക്കാനാണ്. ദൈവവചനം ധ്യാനിച്ചു വരുമ്പോൾ പതിവായി നമ്മൾ കുടുംബ പ്രാർത്ഥനയിലും മറ്റ് പ്രാർത്ഥനയിലൊക്കെ വായിച്ചു പോകുമ്പോൾ ഈ 10-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കും. ഇതിങ്ങനെ വായിച്ചങ്ങ് പോകും, പഴേക്കങ്ങ് പോകും. അവിടെ നിന്ന് ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യില്ല. പലരും ചെയ്യുന്നവരുണ്ട്, എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷെ ഈ വാക്യത്തിൽ നിന്നൊന്ന് ധ്യാനിക്കുകയാണെങ്കിൽ എന്ത് ഉത്തരങ്ങളാണ് കിട്ടുന്നത്? എഫേസ്യ ലേഖനം വായിച്ചിട്ട് ഇവിടെ വന്നെന്നും മറക്കരുത്. എന്താ അവിടെ കണ്ടത്? നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല, കേൾക്കാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല. പക്ഷെ ഈ സാധുക്കളായ നിങ്ങൾ ഈ ഇസ്രായേൽ ദേശത്ത് എല്ലാവരും അറിയപ്പെടുന്നവരാണോ ഈ കൂടെ നടക്കുന്ന 12 പേര്? ഒന്നുമല്ല. സമൂഹം അംഗീകരിക്കുന്ന ആളുകളൊന്നുമല്ല, ഒരു സാധാരണക്കാരാണ്. അവരോട് പറയാണ്, നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചത് ആരൊക്കെയാ? ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും. ഇവിടെ പറയുന്ന പ്രവാചകന്മാരാരാ? പഴയ നിയമ പ്രവാചകന്മാരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. രാജാക്കന്മാർ ആഗ്രഹിച്ചു. ആ രാജാക്കന്മാരിൽ ഒരു രാജാവിൻ്റെ പേര് പറയാവോ? കൊള്ളാവുന്ന ഒരു രാജാവാ ദാവീദ്. പിന്നെ ബാക്കി അസംഖ്യം രാജാക്കന്മാരുണ്ടല്ലോ ഇസ്രായേലിലും യഹൂദിയിലും. എന്തുമാത്രം രാജാക്കന്മാരാ തലയെടുപ്പുള്ളവർ. ഇവരൊക്കെ ആഗ്രഹിച്ചിട്ട് ഇവരാരും ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല. ഇനി മത്തായിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് മത്തായി 13:17 വായിച്ചേ. ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും ലൂക്കോസിൽ നിന്നും വായിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ ശ്രേഷ്ഠരായിട്ട് കരുതുന്നവരാണ് ദാവീദും അബ്രഹാമും മോശയൊക്കെ. പഴയ നിയമത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ് അവര്. നോഹ, ഹാനോക്ക്, ഏലിയാവ്, ഏലിയാവിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ തന്നെ പേടിച്ചു പോകും നമ്മൾ. അത്ര ഭയങ്കര ഉഗ്രരൂപിയായ ആൾക്കാരാണ്. ഇവർക്കെല്ലാം മറഞ്ഞിരുന്ന കാര്യമാണ് ഈ തലമുറയിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം, സഭയെന്ന മർമ്മം, ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാ പഠിക്കുന്നത്. നമ്മളിപ്പോൾ പഠിക്കുക മാത്രമല്ല, നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മൾ അതിനകത്താണ്, നമ്മളതിൻ്റെ ഭാഗമാണ്. അതെല്ലാം ഓർക്കുമ്പോൾ ഉള്ള നന്ദി കൊണ്ട് എന്ത് ചെയ്യണം? അതാ പറഞ്ഞത്, ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധി വന്ന് വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിൽ കത്തുകയാണ്, ഒരു പ്രകാശനം വരികയാണ്. എൻ്റെ ദൈവം, ഇത്ര ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാർക്ക് മറഞ്ഞിരുന്ന മർമ്മം ഈ സാധുവായ എനിക്ക് നീ തുറന്നു തന്നല്ലോ. നിന്റെ സഭയുടെ ഭാഗമാകുവാൻ എന്നെ തിരഞ്ഞെടുത്തല്ലോ. ഇത്ര വലിയ ഭാഗ്യപദവി വേറെയുണ്ടോ? പുതിയ നിയമ സഭയുടെ ഭാഗമാകാൻ പൂർവ്വകാലങ്ങളിലെല്ലാം മറഞ്ഞിരിക്കുകയാണ്, മറച്ചിട്ടിരിക്കുക. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നു എന്നല്ലേ വായിക്കുന്നത്? ശരിക്കും എല്ലാം മറച്ചിട്ടിരിക്കുക എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാം മറച്ചു വെച്ചിരിക്കുക. എല്ലാം മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നത് സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. സംഖ്യാപുസ്തകം 4-ാം അധ്യായം നിങ്ങൾ തന്നെ വായിച്ചോണം. മുഴുവൻ വായിക്കാൻ ഇപ്പോൾ സമയമില്ല. അതായത് ഇസ്രായേലിൻ്റെ പാളയം മുൻപോട്ട് നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഹോരേബിൽ വെച്ച് അവർക്ക് ലഭിച്ച അളവിനൊത്തവണ്ണം ഒരു സമാഗമന കൂടാരം നിർമ്മിച്ചെന്ന് പറഞ്ഞല്ലോ. ആ നിർമ്മിച്ച കൂടാരം നിവൃത്തി വെച്ചിരിക്കുകയാണ്. ആ കൂടാരം ഇനി എന്ത് ചെയ്യണം? അഴിച്ചെടുത്ത് കൊണ്ടുപോകണം. അത് 2 രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അതിലെ അതിവിശുദ്ധ വസ്തുക്കൾ കെഹാത്യർ ചുമലിൽ ചുമക്കണം. ബാക്കിയുള്ളതെല്ലാം കാളവണ്ടിയിൽ മെരാരിലും ഗർഷോനിലും എന്ത് ചെയ്യണം? കാളവണ്ടി പുറത്ത് കൊണ്ടുപോകണം. കെഹാത്യർ ഇതെല്ലാം ചുമലിൽ ചുമക്കും. അതിവിശുദ്ധമായ വസ്തുക്കളെല്ലാം കെഹാത്യർ ചുമക്കും. കെഹാത്യർ നമുക്ക് നിഴലാണ്. അപ്പോൾ ഈ അതിവിശുദ്ധമായ കാര്യങ്ങളെ അവർ ചുമന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യപടി എന്നോണം മേഘം നീങ്ങും. ഇത് പറയുമ്പോൾ ആദ്യപടി പറയണമല്ലോ. ആദ്യം മേഘം നീങ്ങും. അത് പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ പ്രസംഗിക്കേണ്ട വിഷയമാണ്. എന്നാലും മൊത്തത്തിലും പറയാവുന്ന കാര്യമാണ്. എല്ലാവരും കേൾക്കേണ്ട കാര്യമല്ലേ പുസ്തകത്തിലുള്ളത്. പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ വ്യക്തമായും പ്രസംഗിക്കണം. മാർച്ച് ഏപ്രിൽ മാസത്തിൽ കുമ്പനാടും പൊന്നൂരും മുളക്കഴയിലും പോയി പ്രസംഗിക്കണം. ഇത് ഭയങ്കര വിഷയമാണ്. അപ്പോൾ അങ്ങനെ മേഘം നീങ്ങുന്നു. അങ്ങനെ മേഘം നീങ്ങിക്കഴിഞ്ഞാൽ ആദ്യപടി എന്ന് പറയുന്നത് അഹ്റോനും അഹ്റോൻ്റെ പുത്രന്മാരും അകത്തേക്ക് വന്ന് തിരശ്ശീല അഴിക്കും. തിരശ്ശീല അഴിച്ച് പെട്ടകത്തെ മൂടും. അതായത് എങ്ങനെയാ പറയുക, ഈ തിരശ്ശീല മുകളിൽ നിന്ന് ഹുക്കിട്ട് പിടിപ്പിച്ചിരിക്കുകയാണല്ലോ, അത് അഴിച്ച് പെട്ടകത്തിലേക്ക് ഇട്ട് മൂടും. പിന്നെ അതിന് മുകളിൽ മൂടേണ്ട ശീലകളെ കുറിച്ചൊക്കെ 4-ാം അധ്യായത്തിലുണ്ട്. നീലശീല, ചുവന്ന ശീല, തകശുതോൽ, ഇങ്ങനെയൊക്കെയുള്ള പല ശീലകളുണ്ട്. ഓരോന്നിനും മൂടേണ്ട കാര്യങ്ങളുണ്ട്, സ്പെസിഫിക്കേഷൻ ഉണ്ട് അവിടെ. അതെന്തും ആകട്ടെ. അപ്പോൾ ഓരോരോ ശീലകൾ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യുന്നു? മൂടുന്നു.
ഈ പെട്ടകം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത് മഹാപുരോഹിതൻ മാത്രമാണ്. പുരോഹിതന്മാരാരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അവർ കണ്ടിട്ടുള്ളത് എന്നതാ? അവര് കണ്ടിട്ടുണ്ട് ഒരു ഇച്ചിരി ഭാഗം. അത് എന്നതാ? ഈ പെട്ടകം ചുമക്കുമ്പോൾ അതിൻ്റെ തണ്ട് ചുമലിലിരിക്കില്ലേ, ആ തണ്ട് മാത്രം കണ്ടിട്ടുണ്ടാവും. പെട്ടകം ഒരിക്കലും കാണാൻ കഴിയില്ല. പെട്ടകത്തിന് മുകളിൽ കൃപാസനം, കൃപാസനത്തിന് മുകളിൽ 2 കെരൂബുകൾ. നമ്മുടെ കത്തോലിക്ക സഹോദരങ്ങളൊക്കെ വലിയ വാദവുമായിട്ട് വരും. ദൈവം തന്നെ വിഗ്രഹം ഉണ്ടാക്കാൻ പറഞ്ഞു, സമാഗമന കൂടാരത്തിൽ യെരൂശലേം ദേവാലയത്തിൽ വിഗ്രഹം ഇല്ലേ എന്നൊക്കെ ചോദിച്ചു വരും. ഈ പറഞ്ഞ കാര്യം അവിടുത്തെ സാമാന്യ മനുഷ്യരോ അവരുടെ പുരോഹിതന്മാരോ ആരും കണ്ടിട്ടില്ല. ആകെ കണ്ടിട്ടുള്ള ആള് അതാത് കാലത്തെ മഹാപുരോഹിതന്മാർ മാത്രമാണ് പെട്ടകം കണ്ടിട്ടുള്ളൂ. വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്കാകട്ടെ, ധൂപപീഠമാകട്ടെ, മേശയാകട്ടെ, ഇത് പുരോഹിതന്മാരല്ലാതെ ഒരു മനുഷ്യക്കുഞ്ഞും കണ്ടിട്ടില്ല. കാരണം ഇത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക? എല്ലാം മൂടിയിടുകയാണ്. ഇതെല്ലാം ആരെയാണ് കാണിക്കുന്നത്? ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. എല്ലാം മൂടിയിട്ടിരിക്കുക. ഈ മൂടിയിട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളും കൂടെ ഈ പുറപ്പാട് ദിവസം 34-ാം അധ്യായം വെച്ചുകൊണ്ടും പറയാനുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇസ്രായേലിൻ്റെ പാളയം മുൻപോട്ട് പോകുമ്പോൾ ഇതെല്ലാം മൂടിയിട്ടിരിക്കും. എല്ലാം മൂടിയാണ് കൊണ്ടുപോകുന്നത്. സാമാന്യജനം ഇതൊന്നും കാണുന്നില്ല. വെളിയിലുള്ള ആൾക്കാരും ഇത് കാണുന്നില്ല. എല്ലാം മൂടി വെച്ചിരിക്കുക. ആ മൂടിയൊക്കെ തുറന്നത് എന്താണെന്നറിയാവോ? ഈ മൂടിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ തുറന്നത് എന്നാണ്? കഴിഞ്ഞ 2-3 മാസം മുമ്പ് നമ്മുടെ കുറേ ഉദ്ദേശിമാരൊക്കെ കിടന്ന് തുള്ളും ചാടുകയും ചെയ്തു എറണാകുളത്തെ കണ്ടു കിടന്ന്. അപ്പോൾ പറഞ്ഞത് ദാവീദ് നൃത്തം ചെയ്തെന്ന് നോക്കിയാ. ദാവീദ് പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്തെന്ന്. ദാവീദ് പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുമ്പോൾ ദാവീദ് ഈ പെട്ടകം കാണുന്ന പോലുമില്ല. കാരണം പെട്ടകം പുറത്ത് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? പെട്ടകം മൂടിയായിട്ടിരിക്കുന്നത് 2 തണ്ട് മാത്രം കാണാം ദാവീദിന്. അല്ലാതെ പെട്ടകം ആരും കാണുന്നില്ല. മഹാപുരോഹിതന്മാർ മാത്രമേ കാണുന്നുള്ളൂ. പെട്ടകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കത്തോലിക്ക സഹോദരങ്ങൾ പേടകം എന്ന് പറയും. പേടകം ആരെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്? മറിയെ കാണിക്കുന്നു എന്നാണ് ആ പാവങ്ങൾ പറയുന്നത്. ആ പെട്ടകവുമായിട്ടുള്ള ആഴമേറിയ പഠനം കിടക്കുകയാണ്. അത് യേശുക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിയാണ് ബലത്തിൽ പെട്ടകം നമ്മൾ പഠിപ്പിക്കുന്നത്. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളായിരിക്കുന്നത്? ആഴമേറിയ വിഷയങ്ങളാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നതാണത്. വിളക്ക് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്, മേശ ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്, ധൂപപീഠം ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്, യാഗപീഠം ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. താമ്രത്തൊട്ടി പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈ അതിവിശുദ്ധമായ കാര്യങ്ങളെല്ലാം മൂടിയിട്ടിരിക്കുകയാണ്. അതെല്ലാം മാളിക മുറി തുറന്നു വരികയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകൾ. അതിൻ്റെ ഒരു സൂചനയാണ് പത്രോസ് ഫിലിപ്പിന്റെ കൈസരിയിൽ നിന്ന് പറഞ്ഞത്, നീ വന്ദിനായവന്റെ പുത്രനായ മെശിഹ എത്രേ എന്ന് പറഞ്ഞത്. അതൊരു തുടക്കമാണ്. പത്രോസ് തുടങ്ങി വെക്കുക. പിന്നീട് ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയായിരുന്നു പത്രോസ്. പിന്നീട് പൗലോസ് ആകട്ടെ, ഫിലിപ്പോസ് ആകട്ടെ, അവരൊക്കെ പോയ ഇടങ്ങളിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഫിലിപ്പോസ് അവിടെ ക്രിസ്തുവിനെ പ്രസംഗിച്ചെന്ന്. 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് സിലനോസും അവിടെ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അപ്പോസ്തലന്മാരെല്ലാം ആരെ പ്രസംഗിച്ചു? എന്താ പഴയ നിയമത്തിൽ ആരും പ്രസംഗിക്കാതിരുന്നത്? എല്ലാം മൂടിയിട്ടിരിക്കുക. അവർക്കൊന്നും മനസ്സിലായില്ല. ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ ഈ സമാഗമന കൂടാരത്തിലും പിന്നീട് യെരൂശലേം ദേവാലയത്തിലും, അവരുടെ കാലത്ത് യെരൂശലേം ദേവാലയമാണല്ലോ, അതിൻ്റെ പ്രാകാരത്തിൽ കടന്നു വന്ന് യാഗം അർപ്പിച്ച് യാഗരക്തവുമായി അകത്തേക്ക് കടന്നു വന്ന് അവിടെ ധൂപം അർപ്പിക്കുന്നു. ആണ്ടിലൊരിക്കൽ പാപപരിഹാര ദിവസം അതിപരിശുദ്ധ സ്ഥലത്ത് പോയി രക്തം തളിച്ചുകൊണ്ട് ധൂപം അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദൈവ മഹത്വത്തിലേക്ക് കടന്നു പോകുന്നത്. ആ മഹത്വത്തിൽ വസിച്ചവൻ വേശാൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നിട്ട് ഒരു കുഞ്ഞും അറിഞ്ഞില്ല. അവരുടെ ഇടയിലെ ന്യായപ്രമാണജ്ഞന്മാർ അറിഞ്ഞോ? ശാസ്ത്രിമാരെ അറിഞ്ഞോന്ന്? ഒരു പുള്ളികൾ പറഞ്ഞില്ല. പക്ഷേ വൃദ്ധനായ ശിമിയോന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞു. വന്നി വയോധികയായ ഹന്നയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയില്ല എല്ലാ കാര്യങ്ങളും. വെളിപ്പാട് ദൈവം അവർക്ക് വെളിപ്പാട് കൊടുത്തു. സത്യാന്വേഷികൾക്ക് ഈ കാലത്തും വെളിപ്പാട് ലഭിക്കും. അപ്പൊ നോക്കണം, അന്ന് ഇതെല്ലാം മറച്ചിട്ടിരിക്കുകയായിരുന്നു. പൂർവ്വകാലങ്ങളിൽ എല്ലാം മറഞ്ഞു കിടക്കുകയായിരുന്നു. അതെല്ലാം മാളിക മുറി മുതലങ്ങ് തുറക്കുകയാണ്. വെളിപ്പാടുകളുടെ കലവറ തുറക്കുകയാണ്. അതല്ലേ നമ്മുടെ പൂർവന്മാര് പലതും വിട്ടിറങ്ങി വന്നത്. അല്ലാതെ അവർക്ക് എന്തെങ്കിലും മോശത്വമായതുകൊണ്ട് ഇറങ്ങി വന്നതല്ല. വലിയ കൊട്ടാര സദൃശ്യമായ അമ്പരചുംബികളായ എല്ലാവരാലും ലഭിക്കുന്ന ബഹുമാനം ഒക്കെ കളഞ്ഞിട്ട് കണ്ട കീറപ്പായിലൊക്കെ വന്നിരുന്ന് ആത്മാവിൽ ആരാധിക്കാൻ ഇറങ്ങി വന്നത് വെളിപ്പാട് ലഭിച്ചതുകൊണ്ടാണ്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞു കിടന്ന മർമ്മങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. പുത്രനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകൾ. അതല്ലേ ആ ജ്വലനത്തിൽ നിന്നുകൊണ്ട് അവർ ആത്മാവിലൊക്കെ ആരാധിച്ച് ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ തീ പിടിപ്പിക്കുകയായിരുന്നു. എന്ത് തീയാ? ദൈവസ്നേഹത്തിന്റെ അഗ്നിയാൽ വെളിപ്പാടിൽ അനേകരെ സത്യമാർഗത്തിലേക്ക് കൊണ്ടുവന്നു. നോക്കണം, നമ്മുടെ കർത്താവ് എമ്മൗസിലേക്ക് പോയ ആ ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ, തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞാൽ
തിരുവെഴുത്തുകളെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, തിരുവെഴുത്തുകളെന്ന് നമ്മൾ സുവിശേഷത്തിലും മറ്റുമൊക്കെ കാണുന്നത് പഴയ നിയമ പുസ്തകത്തെയാണ്. ഈ മുഴു പുസ്തകത്തെ നമ്മൾ തിരുവെഴുത്ത് തന്നെയാണ് വിളിക്കുന്നത്. എന്നാൽ പഠനത്തിന് വേണ്ടി എടുക്കുമ്പോൾ അന്ന് എഴുതി വെച്ചിരിക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ എങ്ങനെ പറയും? കാരണം യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ പുതിയ നിയമം ഇല്ല, ഒരു പുസ്തകം എഴുതിയിട്ടില്ല. അപ്പോൾ തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളില്ലേ. തിരുവെഴുത്തും ദൈവശക്തി അറിഞ്ഞില്ലേ തെറ്റിപ്പോകും എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം എന്താ? പഴയ നിയമ പുസ്തകം, പഴയ നിയമം അതിൻ്റെ നിലയിൽ അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? പഴയ നിയമം അതിൻ്റെ നിലയിൽ അറിയണം. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക്, ഈ പറയപ്പെട്ട ശിഷ്യന്മാർക്ക് തിരുവെഴുത്ത് തെളിയിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഉള്ളം കത്തിക്കാളി എന്നാ വായിക്കുന്നത്. ഉള്ളം കത്തുപിടിപ്പിക്കുകയായിരുന്നു. ഏത് പുസ്തകങ്ങളാണ് പഠിപ്പിച്ചത്? മോശയുടെ പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും തന്നെ കുറിച്ചുള്ളത് വെളിപ്പെടുത്തി കൊടുത്തെന്നല്ലേ വായിക്കുന്നത്. അപ്പൊ ഈ പറയപ്പെട്ട പുസ്തകങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയോ ഇല്ലയോ? വെളിപ്പാട് ലഭിച്ചവന് കഴിയും, അല്ലാത്തവനെ കൊണ്ട് കഴിയില്ല. അല്ലാത്തവൻ എന്ത് വെളിപ്പെടുത്തും? അബ്രഹാമിന്റെ ആടിനെ വെളിപ്പെടുത്തും. അബ്രഹാമിന്റെ കൊച്ചുമോൻ പൗലോസ് എന്നാ പറഞ്ഞത്? ആടും മാടും എല്ലാം വെറും ചവറാന്ന്. അങ്ങനെയല്ലേ പറഞ്ഞത്? അബ്രഹാം എന്ന് അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കരുത്. കാരണം അദ്ദേഹം മനസാക്ഷി യുവക്കാരനാണ്. ആ മനസാക്ഷി യുവക്കാരനായ അദ്ദേഹത്തിന് മിനിമം വെളിപ്പാടുകളേ ഉള്ളൂ, മിനിമം വെളിപ്പാടുകൾ. പക്ഷെ അതിൽ അദ്ദേഹം വിശ്വസ്തനായിരുന്നു. അബ്രഹാമിനെ കുറിച്ചും യോഹന്നാൻ സ്നാപകനെ കുറിച്ചും ഒരു ചെറിയ ചിന്ത വരുന്നത്, അബ്രഹാമിന് ഒരു നേരിയ വെളിപ്പാട്, അതായത് വാതിൽ തുറന്നില്ല അബ്രഹാമിന്റെ മുമ്പിൽ. വാതില് ഒന്ന് അനക്കിയപ്പോൾ ആ വിജാഗിരിയുടെ ഇടയിലൂടെ ഒരു വെളിച്ചം കടന്നു വന്നു. അതാണ് അബ്രഹാമിന് ലഭിച്ച വെളിപ്പാട്. വാതിൽ എന്ത് ചെയ്തിട്ടില്ല? എല്ലാം അടച്ചിട്ടിരിക്കുക, ഒന്നും തുറന്നിട്ടില്ല. വാതിലൊന്ന് അനക്കിയപ്പോൾ വിജാഗിരിയുടെ ഇടയിലൂടെ കടന്നു വന്ന വെളിച്ചം, ആ വെളിച്ചത്തിലാണ് താൻ കണ്ട കാഴ്ച. വലുവനായ ദൈവ ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം. ആ നഗരത്തെക്കുറിച്ചുള്ളൊരു ചെറിയ രൂപരേഖ. വലിയ വെളിപ്പാടൊന്നും അല്ല കിട്ടിയത്, ചെറിയൊരു വെളിപ്പാട്. അത് കിട്ടിയത് മുതൽ താൻ ആളങ്ങ് മാറി, അല്ലെ ഭാവം മാറി. ആ വെളിപ്പാടിലേക്ക് വന്നപ്പോൾ താന് ഭാവം മാറിയവനായി, ആള് മാറിയവനെ പോലെയായി. താനും തൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് തങ്ങളിവിടെ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവ ശില്പിയായി നിർമ്മിക്കുന്ന നഗരത്തിന് വേണ്ടി ആവലോടെ കാത്തിരുന്നു ആ മനസാക്ഷി യുവക്കാരൻ. പക്ഷേ ഇന്ന് വാതിൽ മലർക്കെ തുറക്കപ്പെട്ട കാലമായി പുതിയ നിയമകാലം. ആ പുതിയ നിയമ കാലഘട്ടത്തിലെ വെളിപ്പാടുകൾ മുഴുവൻ തുറന്നു വന്നിരിക്കുന്ന കാലഘട്ടത്തിലുള്ളവർ പറയാണ്, ആടും മാടും എന്നാ കിട്ടുന്നതെന്ന്. ചൂരവടിക്ക് എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രിയേലും മീഖായേലും പെന്തിക്കോസുകാരുടെ ചന്തിക്ക് അടിക്കാൻ വേണ്ടി. സൂപ്പർ അടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ വാതിലൊന്ന് അനക്കിയപ്പോൾ ഉണ്ടല്ലോ, ആ വിടവിലൂടെ വന്ന വെളിച്ചത്തില് അബ്രഹാം എന്നാ പറഞ്ഞത്? ഓ മഹത്തരമായ വെളിപ്പാട്, ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ നഗരം. ആ നഗരത്തിന്റെ മൂലക്കല്ല് കാൽവറിയിൽ പണി പൂർത്തീകരിക്കപ്പെടുകയാണ്. ആ മൂലക്കല്ലിന് മുകളിലേക്ക് അടിസ്ഥാന കല്ലുകൾ വരികയാണ്. അപ്പോസ്തലന്മാർ പ്രവാചകന്മാരെന്ന ഗണത്തിൽ അടിസ്ഥാനം വരികയാണ്. അതിന് മുകളിലേക്ക് 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ വില കൊടുത്ത് ഇറങ്ങി വന്നു. വില കൊടുത്ത കല്ലുകൾ, പണിയപ്പെട്ട കല്ലുകൾ, ഒരുക്കപ്പെട്ട കല്ലുകൾ, തേജസ്സിന്റെ കല്ലുകൾ. അതിലേക്ക് അടുത്ത നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ, അതിലേക്ക് കാലങ്ങൾക്ക് ശേഷം പെന്തിക്കോസ്തിന്റെ പൂർവന്മാർ. എന്നിട്ട് ഈ കാലത്ത് ഈ തലമുറയിൽ നാം വെളിപ്പാടില്ലാത്തവരായി ഇരുട്ടത്ത് തപ്പിക്കൊണ്ട് നടക്കുന്നു. യഹോവയെ അന്വേഷിക്കുന്നവർ കടന്നു വരട്ടെ, യഹോവയെ അന്വേഷിക്കുന്നവർ കടന്നു വരട്ടെ, യഹോവയെ അന്വേഷിക്കുന്നവർ കടന്നു വരട്ടെ. വെളിപ്പാടിന് ഇന്നും കുറവില്ല. ഇന്നും തന്റെ ശബ്ദം മുഴങ്ങും, ഇന്നും തന്റെ ദാസന്മാരോട് സംസാരിക്കും, ഇന്നും ചില ഉള്ളങ്ങളെ കത്തിക്കും. എമ്മൗസിലേക്ക് നിരാശപ്പെട്ടു പോയവന്റെ ഉള്ളം കത്തിച്ചെങ്കിൽ കത്തിച്ചത് ആരാ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അല്ലേ? ആ യേശുക്രിസ്തു തന്നെയാണ് ഇന്നും കത്തിക്കുന്നത്, അല്ലാതെ ഉപദേശിയുടെ എടുക്കൊന്നുമല്ല. അങ്ങനെയും ധരിക്കരുത്. ഇന്ന് കത്തിക്കുന്ന ഉപദേശിയല്ലോ ഉണ്ടോ? അങ്ങനെ കത്തിക്കുന്ന ഉണ്ട്. അവിടെയൊക്കെ ആൾക്കാർ കത്തിക്കാൻ നടപ്പുണ്ടല്ലേ, ഭയങ്കര തീ പിടിപ്പിക്കും. കാട്ടുതീയോ, വൈൽഡ് അനോയിന്റിങ്, കാട്ടുതീ പിടിപ്പിക്കുന്ന കാട്ടഭിഷേകമായിരിക്കും അല്ലേ? വൈൽഡ് അനോയിന്റിങ് എന്ന് പറഞ്ഞാൽ കാട്ടഭിഷേകമൊക്കെ പിടിപ്പിക്കുന്ന ആൾക്കാർ. ഇവിടെ സമർപ്പിതനായ ഒരു ശുശ്രൂഷകനിലൂടെ അന്ന് ക്രിസ്തു എങ്ങനെ സംസാരിച്ചു, ഇന്നും അങ്ങനെ സംസാരിക്കും. അല്ലാതെ ഉപദേശിക്ക് ഇവിടെ ഒരു പ്രാധാന്യമില്ല. അതാണ് പെന്തിക്കോസ്റ്റ് ടീച്ചിങ്. ഉപദേശിക്ക് ഒരു പ്രാധാന്യമില്ല. ദൈവം സംസാരിക്കുന്ന തന്നെ ജനത്തോട്. ഉപദേശി അങ്ങ് നിന്ന് കൊടുത്താൽ മതി, നീ നിന്നെ കാണിക്കണ്ട, നീ ക്രൂശിനും മറയുക. അത് പഠിപ്പിക്കുമ്പോഴുണ്ടല്ലോ, സമാഗമന കൂടാരത്തിന് മുൻപിലിരിക്കുന്ന ബലിപീഠത്തിന്റെ ഉള്ളു പൊള്ളയാ. അത് മനസ്സിലാക്കണമെങ്കിൽ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്.
അവൻ തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ഒഴിച്ചു, ശൂന്യമാക്കപ്പെട്ടൊരവസ്ഥ. തന്നെത്താൻ ഒഴിച്ചു. യാഗപീഠത്തിന്റെ ഉള്ളെന്താ? ഉള്ളയാ. തന്നെത്താൻ ഒഴിച്ചു വന്നവനെ അത് കാണിക്കുന്നത്. ഓക്കെ, യാഗപീഠത്തിലെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ 5 ഉപകരണങ്ങളുണ്ട്. 5 ഉപകരണങ്ങൾ. ഈ 5 ഉപകരണങ്ങൾ യാഗപീഠത്തിനകത്ത് വെക്കാം. ഈ 5 ഉപകരണങ്ങളും ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവർ പാളയം നീങ്ങുമ്പോൾ എന്ത് ചെയ്യും? പാളയം മുൻപോട്ട് നീങ്ങുമല്ലോ. നീങ്ങുന്ന സമയത്ത് 5 ഉപകരണങ്ങളിൽ 4 ഉപകരണം ഈ യാഗപീഠത്തിനകത്തിരിക്കും. ഒരു ഉപകരണമുണ്ട്, തീക്കലശം എന്ന് പറയും, ഫയർ പാൻ, തീക്കലശം മാത്രമേ പുറത്തുള്ളൂ. യാഗപീഠത്തിൽ തീ എങ്ങോട്ട് മാറ്റും? തീക്കലശത്തിലേക്ക് മാറ്റും. അപ്പൊ ഈ ബാക്കി ഉപകരണങ്ങളെല്ലാം എവിടെയാ? 5 ഉപകരണങ്ങളിൽ 4 എണ്ണം അകത്താണ്. ഇപ്പൊ ഇവിടെ ഒത്തിരി ദേവദാസന്മാരുണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി ദേവദാസന്മാരിയ്ക്കുന്നു. അതിൽ ഒരു ഉപദേശിയാണ് ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുന്നത്. അന്ന് 12 ഇരിക്കുമ്പോൾ അതിൽ ഒരുത്തരം എഴുന്നേറ്റ് നിന്നു, പേര് പത്രോസ്. ആ 12 ഒരുമിച്ചാ ശുശ്രൂഷിച്ചത്. ബാക്കി 11 എണ്ണവും യാഗപീഠത്തിനകത്തിരിപ്പുണ്ട്. ഒരുത്തരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഒരുവനെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. കർത്താവ് പുറത്തു കൊണ്ടുവരുന്നവനെ കർത്താവ് ഉപയോഗിക്കും. നമ്മൾ ചാടിപ്പടച്ച് ഓടിയൊന്നും പറഞ്ഞേ, എന്നെയും കൂടെ ഞാനിപ്പോൾ ശരിയാക്കാമെന്നൊന്നും പറഞ്ഞ് നമ്മൾ യാഗപീഠത്തിനകത്ത് എന്ത് ചെയ്യുക? അടങ്ങി ഒതുങ്ങിയിരിക്കുക. ക്രൂശിൽ മറയുക എന്ന് പറയും. ക്രൂശിൽ മറയുക. യജമാനൻ നമ്മെ പുറത്തു കൊണ്ടുവരുന്നവരെ എന്ത് ചെയ്യുക? മൗനമായിരിക്കുക. അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കൊടുങ്കാറ്റാ. പിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരിലൂടെ ദൈവം സംസാരിക്കും. അവരിലൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ അന്ന് എമ്മൗസിലേക്ക് പോയവരെ മാത്രമല്ല, ഇന്നും എമ്മൗസിലേക്ക് ഒത്തിരി പേര് പോകുന്നുണ്ട്. ഇന്ന് എന്തുമാത്രം ആൾക്കാരാ ഏതിലെയല്ല പോകുന്നത്? അതിനെയെല്ലാം മടക്കി കൊണ്ടുവരണമെങ്കിൽ ദൈവശബ്ദം വെളിപ്പെടണം. ദൈവസഭ ആ ഒരു ചിന്തയിലേക്കും ബോധ്യത്തിലേക്കും മടങ്ങി വരണം. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. രാവിലെ നമ്മൾ പറഞ്ഞു, തത്സമയ സഹായത്തിനും കൃപവായ്പാനുമായി എവിടെ വരണം? കൃപാസനത്തിലേക്ക് വരണം. നാം പുതിയ നിയമത്തിന്റെ പുരോഹിതന്മാരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പുതിയ നിയമത്തിന്റെ പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരുടെ ഉത്തരവാദിത്വമാണ് മധ്യസ്ഥത എന്ന് പറയുന്നത്. ഇന്ന് നാം ദൈവസന്നിധിയിൽ മധ്യസ്ഥയെ അണയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഗൗരവമായ കാര്യം ദൈവസഭയും അതിലെ ശുശ്രൂഷകരെ ഓർത്താണ്. ശുശ്രൂഷകരെന്ന് പറഞ്ഞാൽ മുന്നണി പടയാളികളാണ്. ശുശ്രൂഷകരെന്ന് പറഞ്ഞാൽ ആരാ? മുന്നണി പടയാളികളാണ്. അവരെയാണ് മറ്റേ പുള്ളി തെറ്റിക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും ആദ്യം പിടിക്കുന്ന ആരെയാ? അവരെയല്ലേ പിടിക്കുന്നത്. അവരിൽ ഒരുവനെ തെറ്റിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം തെറ്റിപ്പോവും. ഇടയനെ തെറ്റിച്ചു കഴിഞ്ഞാൽ ബാക്കി ആടുകളെല്ലാം വഴി തെറ്റിപ്പോവില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ തലമുറയിൽ ഉപദേശത്തിന്റെ കാറ്റുകൾ അടിക്കുന്നു. ഉപദേശത്തിന്റെ ഓരോരോ കാറ്റുകൾ അടിക്കുന്നു. ആ കാറ്റടിപ്പിക്കുന്നത് ഇവിടുത്തെ വ്യവസ്ഥാപിത പെന്തിക്കോസ് സമൂഹത്തിൽ ഒരു സമയത്ത് ശോഭയോടെ നിന്ന പല ശുശ്രൂഷകരുമാണ്. അങ്ങനെ നിന്ന് പേരും പ്രശസ്തിയായ പലരും ഇന്ന് ഉപദേശ പെശകളിലേക്ക് വഴുതി പോകുന്നു. അരുതാത്ത കാര്യങ്ങൾ പറയുന്നു അല്ലേ? നമുക്ക് നമ്മുടെ പൂർവന്മാരിലൂടെ ലഭിക്കപ്പെട്ട നല്ല കീഴ്വഴക്കങ്ങളുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളെ ചവിട്ടി മെതിച്ച് കളയുകയാണ്. അതിന്റെ നടുവിൽ നമ്മൾ ഉണരേണ്ടതുണ്ട്. ദൈവസഭ ആദ്യകാലത്തെ അനുഭവത്തിലേക്ക് മടങ്ങി വരണം. ദൈവസഭ പ്രാർത്ഥനയോടും എന്താ പറയുക, ജാഗരണത്തോടും ദൈവസന്നിധിയിൽ ആയിരിക്കുമെങ്കിൽ ദൈവം അത് ചെയ്യും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അത് പണിയണമെങ്കിൽ വെളിപ്പാട് ലഭിക്കണം. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ അളവ് നമുക്ക് വെളിപ്പെട്ട് കിട്ടണം. മോശ യൂണിവേഴ്സിറ്റി ഓഫ് മിസ്രൈമിൽ നിന്ന് MTH ഡോക്ടറേറ്റ് കൊടുത്തയാളാ. ആര്? മോശ. കൊട്ടാരത്തിൽ വളർന്നവനല്ലേ, വലിയ അറിവും പാണ്ഡിത്യവും ഉള്ളയാളാ. പക്ഷെ മോശയോട് പറഞ്ഞു, ഞാൻ ഇറങ്ങി വസിക്കാൻ ആഗ്രഹിക്കുന്ന കൂടാരം നിന്റെ അളവിലല്ല, മിസ്രൈമിലെ അളവിലുമല്ല, നിന്റെ ബുദ്ധിയിലുമല്ല പണിയേണ്ടത്. പിന്നെ എങ്ങനെയാ? ഉയരത്തിലെ അളവിനാൽ ഞാൻ കാണിച്ചു തരുന്ന മാതൃക പ്രകാരം പണിയണം. അങ്ങനെ ഒരു പണിയിലേക്കും കാര്യപരിപാടിയിലേക്കും ഒക്കെ നമ്മൾ മാറുകയാണെങ്കിൽ സ്വർഗം തുണ നിൽക്കും. ദേശത്ത് ദൈവം പ്രവർത്തിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടും. ദേശത്ത് കൊയ്ത്തുണ്ടാകും. ജീവനുള്ള ദൈവത്തിന്റെ ദാസനാ പറയുന്നത് ദേശത്ത് കൊയ്ത്തുണ്ടാകും. ദേശത്ത് കൊയ്ത്തുണ്ടാകും. നാവിൽ അധികാരമുള്ള പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകൻ പറയാണ്, ദേശത്ത് കൊയ്ത്തുണ്ടാകും. നമ്മൾ അവന്റെ വചനത്തിൽ നിലനിൽക്കണം. ആ വചനത്തെ മുറുകെ പിടിക്കണം. വചനത്തിൽ രസിക്കണം. മുന്നും പിന്നും നോക്കരുത്. ഇടവും വലവും തിരിയരുത്. വില കൊടുക്കണം. സത്യോപദേശത്തിന് വേണ്ടി ആരെല്ലാം പോയാലും, എത്ര ദേവസ് പോയാലും കുലുങ്ങരുത്. എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നാം ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പാറ പോലെ നിൽക്കണം. എങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.